السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ചില വാഗ്ദാനങ്ങളുണ്ട്. അതായത് നാളെ നാം അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നും അവിടെ വിചാരണയും സ്വർഗ നരകങ്ങളും ഉണ്ട് എന്നും, അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ നേരിട്ട് അറിഞ്ഞിട്ടില്ലാത്ത ധാരാളം കാര്യങ്ങൾ, ഗൈബിയായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ വിജയം നേടാൻ പരിശ്രമിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ആ ഒരു ഉദ്ദേശ്യത്തിൽ നിന്ന്, ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ തെറ്റിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവാണ്. രണ്ട്, മനുഷ്യന്റെ ശത്രുവായിട്ടുള്ള പിശാചുമാണ്, ശൈത്താനുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മെ വഞ്ചിക്കും. നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന്, നാം പൂർത്തീകരിക്കേണ്ട പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വഞ്ചിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫാത്തിറിലെ 5-ാമത്തെ ആയത്തിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. ഹേ ജനങ്ങളെ, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹു നമ്മെ അറിയിച്ചിട്ടുണ്ടോ അതെല്ലാം ഹഖാണ്, അത് സംഭവിക്കും. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഈ ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, അതുപോലെ തന്നെ വഞ്ചകനായിട്ടുള്ള പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും രീതികളിൽ നമ്മെ നമ്മുടെ ജീവിതത്തെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കാൻ എപ്പോഴും നമ്മുടെ മുമ്പിൽ പരീക്ഷണമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. ചില ആളുകൾക്ക് സമ്പത്തായിരിക്കും, ചില ആളുകൾക്ക് സ്ത്രീകളായിരിക്കും, ചില ആളുകൾക്ക് വേറെ എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും. അപ്പൊ എന്തിരുന്നാലും ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മെ തെറ്റിക്കുന്ന, അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ നമ്മെ മറപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് നാം ഇതിൽ ഒന്നാമത് പറഞ്ഞിട്ടുള്ള ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ ആ ഭാഗം, ദുനിയാവിന്റെ വഞ്ചന അല്ലെങ്കിൽ ദുനിയാവിന്റെ യാഥാർത്ഥ്യം, അത് നമ്മൾ മനസ്സിലാക്കണം. അത് എത്രത്തോളം നിസ്സാരമാണ്, എത്രത്തോളം നിരർത്ഥകമാണ് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടണം. കാരണം അധിക ആളുകളും അതിൽ വഞ്ചിതരായി പോകും. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മനുഷ്യന്റെ മനസ്സിനെ അത്രയധികം സിഹ്ർ ചെയ്യുന്ന ഒരു കാര്യമാണ് ദുനിയാവ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി ഒരു ഹദീസിൽ പറഞ്ഞു, ഇന്ന ദുനിയ ഹുൽവത്തുൻ ഖദിറ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ മധുരമുള്ളതും പച്ചപ്പ് നിറഞ്ഞതുമാണ്. എന്താ ഈ രണ്ട് കാര്യങ്ങൾ പറയാനുള്ള കാരണം? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് കാണാം, മനുഷ്യന്റെ ഏറ്റവും മുന്തി നിൽക്കുന്ന രണ്ട് ശഹവത്തുകളാണ് അവന്റെ കണ്ണും അവന്റെ വയറും. അത് അവന് നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കണ്ണിന് ഏറ്റവും നല്ല ആസ്വാദനം നൽകുന്ന, കുളിർമ നൽകുന്ന ഒരു നിറമാണ് പച്ചപ്പ് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും പച്ചപ്പ് കാണാൻ പോകും, പച്ചപ്പ് കണ്ട് ആസ്വദിക്കും, അങ്ങനെയുള്ള കാര്യം. അതുപോലെ തന്നെ വയറ് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മധുരം എന്നുള്ളത്. മധുരത്തിനോട് പ്രത്യേകം ഒരു ആകർഷണം നമുക്ക് ഉണ്ടാകും. ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യന് പൊതുവേ ഉള്ളതാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ദുനിയാവ് അങ്ങനെയാണെന്ന് പറയുന്നത്. ആ മനുഷ്യനെ അങ്ങേയറ്റം കണ്ണുകൊണ്ടും വയറുകൊണ്ടും എല്ലാം കൊണ്ടും ആകർഷിപ്പിക്കുന്ന കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു, വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ. തീർച്ചയായും അള്ളാഹു നിങ്ങളെ ഇവിടെ നിയോഗിച്ചതാണ്. ചില കാര്യങ്ങൾ, ചില ഉത്തരവാദിത്തങ്ങൾ നൽകി നിയോഗിച്ചതാണ്. ഫയംദുറു കൈഫ തഅമലൂൻ. അള്ളാഹു നോക്കിക്കാണുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്.
എന്നിട്ട് പറഞ്ഞു ഫത്തഖുദ്ദുനിയ വത്തഖുന്നിസാ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ സ്ത്രീകളെയും സൂക്ഷിക്കുക, സ്ത്രീകളുടെ ഫിത്ന സൂക്ഷിക്കുക. കാരണം ആ രണ്ട് കാര്യങ്ങൾ മനുഷ്യനെ അവന്റെ നിയ്യത്തിനെ തെറ്റിച്ചു കളയും. ഇപ്പൊ നിയ്യത്തിന്റെ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രശസ്തമായ ഹദീസ് ഉണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. എന്താണ് അതിന്റെ തുടക്കം? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഹിജറയുടെ കാര്യം പറഞ്ഞ് ആ നിയ്യത്തിനെ തെറ്റിച്ചു കളയുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞ എന്താണ്? ദുനിയാവിന്റെ നേട്ടങ്ങളും ഏതെങ്കിലും സ്ത്രീയെ വിവാഹം കഴിക്കാനുമാണ് ഉദ്ദേശമെങ്കിൽ, കാരണം ഒരാളെ നിയ്യത്തിനെ തെറ്റിക്കുന്ന പ്രധാന രണ്ട് കാര്യങ്ങളാണത്. എന്നിട്ട് പറഞ്ഞു ഫഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായേൽ കാനത് ഫിന്നിസാ, ബനു ഇസ്രായേലുകൾ നശിക്കാനുണ്ടായ അവരുടെ ഫിത്നകൾ ഒന്നാമത്തേത് സ്ത്രീകളിൽ നിന്നായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്? ദുനിയാവിനെ സൂക്ഷിക്കണം, അത് നിങ്ങളെ പലതരത്തിൽ ആകർഷിപ്പിച്ച് നിങ്ങളെ വഞ്ചിച്ചു കളയും എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഈ ദുനിയാവിൽ എന്തെല്ലാം ആസ്വാദനങ്ങളും ആനന്ദങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും, എന്തെല്ലാം സുരക്ഷിതമായി നമ്മൾ ജീവിക്കുന്നെങ്കിലും, ഇതിനേക്കാൾ ഉത്തമമായിട്ടൊരു ലോകം വരാനുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇതിൽ നിങ്ങൾ വഞ്ചിതരായി പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മനോഹരമായ ഒരു ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞു കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, ഇന്നമാ മസലി വമസലുക്കും വമസലുദ് ദുനിയ, എന്റെയും നിങ്ങളുടെയും ദുനിയാവിന്റെയും ഉപമ എന്ന് പറഞ്ഞാൽ കമസലി ഖൗമിൻ സലകൂ മഫാസതൻ ഗബ്റാ, ഒരു കൂട്ടം ആളുകൾ, ശരിക്ക് ചിന്തിക്കണം, ഒരു കൂട്ടം ആളുകൾ വിജനമായിട്ടുള്ള ഒരു മരുഭൂമിയിലൂടെ, ഒരു പ്രദേശത്തിലൂടെ അവർ യാത്ര പോവുകയാണ്, അവർ സഞ്ചരിക്കുകയാണ്. ഹത്താ ഇദാ ലം യദ്റൂ മാ സലകൂ മിൻഹാ അക്സർ ഔ മാ ബഖിയ, അങ്ങനെ അവർ യാത്ര ചെയ്ത് അവർക്കറിയില്ല ഇനി എത്ര ദൂരാണ് ഞങ്ങൾ പോകാനുള്ളത്, ഞങ്ങൾ എത്ര ദൂരം വന്നു, ഏതാണ് കൂടുതലുള്ളത്, ഇങ്ങനത്തെ പോകണം, ഒരു ധാരണയില്ല. വിജനമായ അവസ്ഥയിലെത്തി. അൻഫദു അസ്സാദ വഹസറു ദ്വഹറ വബഖൂ ബൈന ദ്വഹറാനിൽ മഫാസ ലാ സാദ വലാ ഹമൂല ഫഅയ്ഖനൂ ബിൽ ഹലക, അവരുടെ ചരക്കുകളൊക്കെ തീർന്നു, അവരാകെ ക്ഷീണിതനായിട്ടുണ്ട്, അവരാ വിജന പ്രദേശത്ത് എന്തു ചെയ്യണമെന്നറിയാതെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുക. അവർ നശിച്ചു, ഞങ്ങൾക്കിനി മരണമല്ലാതെ ഒന്നുമില്ല, ആ അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. فبينهم كذلك إذ خرج عليهم رجل في حلة يقطر رأسه, അങ്ങനെ അവര് മരണം ഉറപ്പിച്ചു നിൽക്കുന്ന സന്ദർഭത്തില് ഒരു വ്യക്തി ആ സമയത്ത് അവരുടെ അടുക്കല് എവിടുന്ന് വന്നു. നല്ല വസ്ത്രമാണ്, അതുപോലെ തന്നെ തലയിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഉറ്റുന്നുണ്ട്. ഇവർക്ക് വെള്ളമൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞ് നിൽക്കുക. അപ്പൊ ഈ വ്യക്തി നല്ല വസ്ത്രം ധരിച്ച് വെള്ളത്തുള്ളികൾ ഒറ്റുന്ന അവസ്ഥയിൽ വരുന്നുണ്ട്. ഫഖാലു, അപ്പൊ ഇയാളെ കണ്ടപ്പോ ഈ കൂട്ടര് പറഞ്ഞു, ഇന്ന ഹാദാ ഖരീബു അഹ്ദിൻ ബിരീഫിൻ, തീർച്ചയായിട്ടും ഇവിടെ അടുത്ത് എവിടെയോ വെള്ളമുണ്ട്, കാരണം ഇയാള് വെള്ളത്തുള്ളി ഒറ്റി വരികയാണ്, വെള്ളമുണ്ട് എന്ന് പറഞ്ഞു. വമാ ജാഅഹും ഹാദാ ഇല്ലാ മിൻ ഖരീബ്, ഇയാൾ അടുത്ത് എവിടുന്നാണ് വരുന്നത്, അപ്പൊ എന്തായാലും ഇവിടെ അടുത്തുണ്ട്. ഖാല ഫലമ്മ ഇൻതഹാ ഇലൈഹിം, അങ്ങനെ അയാള് ഈ ആൾക്കാരുടെ അടുത്ത് എത്തിയപ്പോ അയാൾ ചോദിച്ചു, യാ ഹാഉലായി, കൂട്ടരെ. അപ്പൊ ഈ ആളുകൾ തിരിച്ചു പറഞ്ഞു, യാ ഹാദ, മനുഷ്യ എന്നുള്ള. ഖാല അലാമ അൻതും, എന്താ നിങ്ങളുടെ അവസ്ഥ, എന്താ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, എന്താ നിങ്ങളുടെ അവസ്ഥ ചോദിച്ചു. ഖാലു അലാമ തറാ, അപ്പൊ പറഞ്ഞു, നീ കാണുന്നില്ല ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങൾ എന്താണ് യാത്ര, എങ്ങനെയാണ്, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല, ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഖാല, അപ്പൊ ഈ വ്യക്തി പറഞ്ഞു, അറഅയ്തും ഇൻ ഹദൈതുകും ഇലാ മാഇൻ റുവാഇൻ വരിയാദിൻ ഖുബരിൻ, ഞാൻ നിങ്ങളെ നല്ല പച്ചപ്പ് നിറഞ്ഞ വെള്ളമുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മാ തഅമലൂൻ, നിങ്ങൾ എന്താ ചോദിച്ചു, നിങ്ങൾ എന്താ ചോദിച്ചു. ആ കൂട്ടരുടെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരാൾ വന്നിട്ട് ആ അവസ്ഥയിൽ പറയുമ്പോ ഖാലു, അപ്പൊ ആ കൂട്ടര് പറഞ്ഞു, ലാ നഅസീക ശൈഅ, ഒരിക്കലും നിന്നെ ഞങ്ങൾ ധിക്കരിക്കൂല, നീ പറഞ്ഞൊക്കെ ഞങ്ങൾ കേൾക്കും പറഞ്ഞു. ഖാല ഉഹൂദുക്കും വമവാസീഖുക്കും ബില്ലാഹ്, അപ്പൊ അയാൾ പറഞ്ഞു, അള്ളാഹനെ ഉറപ്പിച്ചത് കരാറാണല്ലോ, ഞങ്ങളെ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കേൾക്കുന്നുള്ളത് കരാറാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഖാല ഫഅതൂഹു ഉഹൂദഹും വമവാസീഖും ബില്ലാഹ് ലാ യഅസൂനഹു ശൈഅ, അങ്ങനെ അവര് എന്ത് ചെയ്തു, വാഗ്ദാനം കൊടുത്തു, ഞങ്ങൾ ഒരിക്കലും നിന്നെ ധിക്കരിക്കൂല, വാഗ്ദാനം കൊടുത്തു. ഫഔറദഹും മാഅൻ റുവാഅൻ വരിയാദൻ ഖുദ്റൻ, അങ്ങനെ ഇയാള് ഈ കൂട്ടരെ കൊണ്ട് പച്ചപ്പ് നിറഞ്ഞ വെള്ളമൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഖാല ഫമകസ ഫീഹിം മാ ഷാ അല്ലാഹ്, അങ്ങനെ അവര് കുറച്ചു കാലം അവിടെ അങ്ങനെ തങ്ങി. തുമ്മ ഖാല, അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇയാൾ വന്നു പറഞ്ഞു, യാ ഹൗലായ്, ഏ കൂട്ടരെ. അപ്പൊ ആൾക്കാർ ചോദിച്ചു, യാ ഹാദാ, എന്താണ്. ഖാല അർറഹീൽ, അയാൾ പറഞ്ഞു പോകാൻ സമയമായി പറഞ്ഞു.
ഇവിടെ മതി, വെള്ളം കുടിച്ചതും ആസ്വദിച്ചതും വിശ്രമിച്ചതൊക്കെ മതി, പോവാൻ സമയമായി പറഞ്ഞു. ഖാലു ഇലാ ഐന, അപ്പൊ അവര് ചോദിച്ചു എങ്ങോട്ട് പോവാൻ, എങ്ങോട്ടാണ് ഈ പോണെന്ന് ചോദിച്ചു. ഖാല ഇലാ മാഇൻ ലൈസ കമാഇക്കും വഇലാ റിയാദിൻ ലൈസത്കരിയാദിക്കും, നിങ്ങൾ ഈ കണ്ടതുപോലെയല്ലാത്ത വെള്ളമുള്ള ഒരു സ്ഥലത്തേക്ക്, നിങ്ങൾ ഈ കണ്ടതിനേക്കാൾ ഭംഗിയുള്ള ഇതുപോലെയല്ലാത്ത ഇതിനേക്കാൾ മികച്ച തോട്ടത്തിലേക്ക്. ഖാല ഫഖാല ജുല്ലുൽ ഖൗം വഹും അക്സറുഹും, അപ്പോ ഇത് പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അധിക ആളുകളും പറഞ്ഞു, വല്ലാഹി മാ വജ്ദനാ ഹാദാ ഹത്താ ظننا അന്നാ ലൻ നജിദഹു. അവർ പറഞ്ഞു, ഞങ്ങൾ ഇതുപോലൊരു സ്ഥലത്ത് എത്തുന്നതിനെ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല, ഇതുപോലൊരു സ്ഥലത്ത് എത്തുന്നതന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത്. വമാ നസ്നഉ ബിഐശിൻ ഖൈരിൻ മിൻ ഹാദാ, ഇനി ഇത് വിട്ടിട്ട് ഇതിനേക്കാൾ നല്ലതൊരു ഉണ്ട് എന്ന് കേട്ടിട്ട് ഇതിന്റെ ഒപ്പം ഞങ്ങൾ എന്തിനാ വരുന്നത്, ഞങ്ങൾക്ക് ഇത് തന്നെ കിട്ടാത്ത അവസ്ഥയിൽ ഇത് ഞങ്ങൾക്ക് കിട്ടി, ഇനി എന്തിനപ്പോ നിന്റെ ഒപ്പം വരേണ്ട ആവശ്യം, ഇതിനേക്കാൾ നല്ലത് വരേണ്ട ആവശ്യം എന്താണ് പറഞ്ഞു. ഖാല, അപ്പോ അവിടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ, വഖാല ത്വായിഫത്തും വഹും അഖല്ലുഹും, അതിലുണ്ടായിരുന്ന കുറച്ച് ആളുകൾ പറഞ്ഞു, അലം തുഅതു ഹാദാ الرجل ഉഹൂദകും വമവാസിഖകും ബില്ലാഹി അല്ലാ തുഅസൂഹു ഷൈഅ അല്ലാ തഅസൂഹു ഷൈഅ. ആ കുറച്ച് ആളുകൾ പറഞ്ഞു, നിങ്ങൾ ഇയാൾക്ക് വാക്ക് കൊടുത്തതല്ലേ, നിങ്ങൾ ഇയാൾ പറഞ്ഞൊക്കെ കേൾക്കും ധിക്കരിക്കൂല എന്ന് വാക്ക് കൊടുത്തതല്ലേ എന്ന് ഓർമ്മപ്പെടുത്തി. വഖദ് സദഖകും ഫി അവ്വലി ഹദീസി, ഇവൻ ആദ്യം പറഞ്ഞ വാക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സത്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞു, കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹുവാണ് ഈ പറഞ്ഞ വാക്കിലും ഇയാൾ സത്യം കാണിക്കും, എന്തായാലും ഇതിനേക്കാൾ നല്ലൊരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകുള്ളൂ പറഞ്ഞു. ഫറാഹ ഫീമൻ ഇത്തബഅഹു, അതിന് കുറച്ച് ആളുകൾ ഈ വ്യക്തിയുടെ ഒപ്പം അവിടെ വിട്ടിട്ട് പോയി. വതഖല്ലഫ ബഖിയതുഹും, ബാക്കി ആളുകൾ അവിടെ തന്നെ നിന്നു, നമുക്ക് ഇതിനേക്കാൾ വലുത് വേണ്ട, തന്നെ മതി എന്ന് പറഞ്ഞു. ഫനദറ ബിഹിം അദുവൻ ഫഅസ്ബഹു മാ ബൈന അസീരിൻ വഖതീലിൻ, അപ്പോൾ കുറച്ച് കഴിഞ്ഞ് തന്നെ കുറച്ച് ശത്രുക്കൾ വന്ന് ഇവരെ പിടിക്കുകയും ഇവരെ തടവിലാക്കുകയും ചെയ്തു. ഇത് വളരെ ചിന്താർഹമായിട്ടുള്ള ഉപമയാണ്. ഇതെന്താണ് ഉപമയുടെ അർത്ഥം? എന്താണ്? നമ്മൾ ഈ ദുനിയാവിന്റെ ആസ്വാദനങ്ങളും അലങ്കാരങ്ങളും ലഭിച്ചു നിൽക്കുമ്പോ ഏറ്റവും വിശ്വാസയോഗ്യനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ള എന്താണ്? നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉത്തമമായിട്ടൊരു ലോകമുണ്ട്, ഇതിനേക്കാൾ നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന എന്ത് ആസ്വാദനത്തിനേക്കാളും മികച്ച ഒരു ആസ്വാദനം, മികച്ച ഒരു സുഖം, മികച്ച ഒരു ആനന്ദം, ഇതെല്ലാം ഉള്ള ഒരു ലോകമുണ്ട്. നിങ്ങൾ ഒരിക്കലും ഇവിടം കണ്ട് ഇത് മതി എനിക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ വീണു പോകരുത്. അങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നഷ്ടം ഉണ്ടാവുള്ളൂ. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട് അതിനുവേണ്ടി ഇനി വരാൻ പോകുന്നതിന് വേണ്ടി പണിയെടുത്താൽ തീർച്ചയായിട്ടും വിജയമായിരിക്കും ഉണ്ടാവുക. അപ്പോ ദുനിയാവിന്റെ അവസ്ഥ എങ്ങനെയാണ്? ദുനിയാവ് നമ്മെ വളരെ എളുപ്പത്തിൽ തെറ്റിച്ചു കളയും. നമ്മുടെ ചിന്ത അള്ളാഹുവിന്റെ ദിക്റ് തെറ്റിച്ചു കളയും, നമ്മെ പേടിപ്പിച്ചു കളയും. ഇവിടെ ജീവിക്കാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചു കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ഏതൊരു കാര്യവും നമുക്ക് ആഗ്രഹം ജനിക്കുന്നുണ്ടെങ്കിൽ ദുനിയാവിൽ ഒന്നിനും ഒരു പരിപൂർണത ഉണ്ടാവില്ല. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം വളരെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നവരെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ അതിനോട് നമുക്ക് വില ഉണ്ടാവില്ല. എന്ത് കാര്യം, ദുനിയാവിലെ എന്ത് കാര്യം അങ്ങനെയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു നോക്കൂ, ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹ്വുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അല്ലാഹു പറഞ്ഞു ഇഅ്ലമു, നിങ്ങൾ മനസ്സിലാക്കണം അന്നമൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഅബുൻ, കളിയാണ്, വലഹ്വുൻ, ഒരു വിനോദമാണ്, വസീനത്തുൻ, ഒരു അലങ്കാരമാണ്, വതഫാഖുറുൻ ബൈനക്കും, മനുഷ്യർ പരസ്പരം കാണിക്കുന്ന ഒരു പെരുമയാണ്, വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളിലും സമ്പത്തിലും പരസ്പരം പെരുമ നടിക്കൽ മാത്രമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിൽ അവൻ ദുനിയാവിനെ കാണുന്ന ഒരു ഘട്ടമാണത്. ചില കുട്ടികളെ എടുത്തു നോക്കിയാൽ അവർക്ക് കളിയായിരിക്കും വലുതുണ്ടാവുക, അവർക്ക് കളിയായിരിക്കും. പക്ഷെ അവർക്കൊരു കളിപ്പാട്ടം കിട്ടുകയാണെങ്കിൽ അവർക്ക് കിട്ടുമ്പോൾ ഒരു കളിപ്പാട്ടം കിട്ടാൻ വേണ്ടി ഭയങ്കര ആവേശമായിരിക്കും. ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളുടെ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ആവേശം കാണിക്കും. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനോട് വില ഉണ്ടാവില്ല. അതുപോലെ ലഹ്വ് കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ കുറെ വിനോദങ്ങളായിരിക്കും, അതും കുറച്ച് കഴിഞ്ഞാൽ അവർ നീങ്ങും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സീനത്ത്, അലങ്കാരങ്ങളായിരിക്കും, കുറച്ച് നല്ല വേഷവും നല്ല ആളുകളെ കാണിക്കണം, നല്ല വൃത്തിയിൽ നടക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ നടക്കും. കുറച്ച് കഴിഞ്ഞാൽ അത് ഒരു മോഡലുമാരെ അടുത്ത മോഡൽ വരുമ്പോൾ പഴയത് ബോറായി തോന്നും. അത് കഴിഞ്ഞ് തഫാഖുറുൻ ബൈനക്കും, പരസ്പരം പെരുമ അടിക്കുക, എന്തെങ്കിലും എന്റെ വീട്, എന്റെ കാറ്, അങ്ങനെയൊക്കെ പെരുമ അടിക്കും. പക്ഷെ നമ്മളെക്കാൾ വലിയൊരു കാറ് വേറെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനോട് വില ഉണ്ടാവില്ല.
അതുപോലെ സമ്പത്തും തകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്ത് കൂടുതലുണ്ട്, സന്താനം കൂടുതലുണ്ട്, അതുകൊണ്ട് പെരുമ അടിക്കുക. അതിനേക്കാൾ കൂടുതലുള്ള ഒരാളെ കാണുമ്പോൾ അത് നീങ്ങിപ്പോകും. അങ്ങനെ ദുനിയാവിന്റെ എല്ലാ കാര്യവും അവസ്ഥയിലായിരിക്കും. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു, ഏതുപോലെയാണ് ഒരു കൃഷിക്കാരൻ, ആ കൃഷിക്കാരൻ വിത്തൊക്കെ പാകി മഴ പെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ മഴ കിട്ടിയാലാണ് അവന്റെ ചെടി എന്തൊരു വളർന്നു വരുള്ളൂ. കൃഷി ചെയ്യുന്ന ആളുടെ ഒരു അവസ്ഥയാണത്. അത് മുളച്ചു വരണം, അത് ഉണ്ടാവണം എന്നുള്ളത്. അപ്പൊ അതുപോലെയാണ് അവന്റെ അവസ്ഥ. അങ്ങനെ ചെടി മഴ പെയ്ത് ചെടി മുളച്ചു വരുമ്പോ ثم يهيج فتراه مصفرا ثم يكون حطاما, അവൻ ആ ചെടി വളർന്നു നോക്കി എന്ന് എന്തായിരിക്കും, അതിങ്ങനെ വളർന്നു വരും, അത് മഞ്ഞപ്പ് വരും, അത് വാടി ഉണങ്ങി തുരുമ്പായി പോവും. എന്നിട്ട് പറഞ്ഞു വഫിൽ ആഖിറതി അദാബുൻ ശദീദ് വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ. അതുപോലെ ദുനിയാവിലെ എന്ത് കാര്യവും അതങ്ങനെ നീങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ പരലോകം എന്നുള്ളത് അങ്ങനെയല്ല. അവിടെ വേദനയേറിയ ശിക്ഷയും അള്ളാഹുവിന്റെ മഗ്ഫിറത്തുമാണ് അവിടെ വിജയമായിട്ടുള്ളത്, രക്ഷപ്പെടാനുള്ളത്, അള്ളാഹുവിന്റെ തൃപ്തിയും. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവ് എന്നുള്ളത് കബളിപ്പിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ദുനിയാവില് നിലനിൽക്കുന്ന ഒരു ആസ്വാദനം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ പരിപൂർണത നമുക്ക് കിട്ടൂല. ഒരിക്കലും ദുനിയാവില് ഒരു കാര്യത്തിന്റെ മേലെയും ഒരു പരിപൂർണത നമുക്ക് ലഭിക്കാനും പോകുന്നില്ല. ഒരു കാര്യവും എന്നേക്കുമായി നിലനിൽക്കാനും പോകുന്നില്ല. നീങ്ങിപ്പോകാനുള്ള കാര്യമാണ്, നീങ്ങിപ്പോകാനുള്ള കാര്യമാണ്. ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നമ്മൾ ദുനിയാവിനെ കാണേണ്ടത്, നമ്മുടെ ഖൽബിൽ എത്രത്തോളമാണ് ഈ ദുനിയാവിനൊരു സ്ഥാനം കൊടുക്കേണ്ടത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചോ, അല്ലാഹു തആല എങ്ങനെ പറഞ്ഞോ അതുപോലെ ചെയ്താൽ മതി. അത് ചെയ്തവൻ രക്ഷപ്പെട്ടു. അതല്ലാതെ മറ്റുള്ള ആളുകളെ കണ്ട് അതിൽ വഞ്ചിതരായാൽ വലിയ നഷ്ടമാണ് നമുക്ക് നേരിടുക. ഒരു ഉപമ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കലും പറഞ്ഞത്, ഒരിക്കൽ വഹാഖ് ഇബ്നു സുഫിയാൻ അൽ കിലാബി എന്ന സ്വഹാബി, ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ടായി, യാ വഹാഖ് മാ തആമുക്, എന്താണ് നിന്റെ ഭക്ഷണം, നീ എന്താണ് ഭക്ഷിക്കാറുള്ളത് ചോദിച്ചു. ഖാല, അപ്പോ ആ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ-ലഹ്മു വൽ-ലബനു, മാംസവും പാലുമാണ് എന്റെ ഭക്ഷണം, മാംസമാണ് ഭക്ഷിക്കാറുള്ളത്, അതുപോലെ തന്നെ പാലും കുടിക്കാറുണ്ട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ثم يصير الى ماذا, പിന്നെ അതെന്താവുക, നീ പാലും മാംസമൊക്കെ കുടിച്ചു കഴിഞ്ഞാല് പിന്നെ നിന്റെ ശരീരത്തിൽ അത് എന്തായാലും മാറുക എന്ന് പറഞ്ഞു. എന്താ അതിന്റെ അവസ്ഥയാവുക ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇലാ മാ ഖദ് അലിംത, നിങ്ങൾക്ക് അറിയാലോ അതെന്താവും എന്നുള്ള അവസ്ഥ, അത് കാഷ്ടായിട്ട് പുറത്തേക്ക് പോകും, അത് അങ്ങനെയാണ് ആവുക എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ അറിയോ, فإن الله تبارك وتعالى ضرب ما يخرج من ابن آدم مثلا للدنيا. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ മനുഷ്യൻ പുറന്തള്ളുന്നത് എന്താണോ ദുനിയാവിനൊരു ഉപമയായിട്ട് അള്ളാഹു കാണിച്ചിരിക്കുകയാണ്, ദുനിയാവിനൊരു ഉപമയായിട്ട് കാണിച്ചിരിക്കുകയാണ്. എന്താ ഉദ്ദേശം? ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹി ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യന് ഏറ്റവും കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അധികം കൊഴുപ്പുള്ളതും അതുപോലെ മധുരമുള്ളവർക്കും പൊതുവെ മനുഷ്യർക്ക് കഴിക്കാൻ ഇങ്ങനെ കൊതി തോന്നുന്ന ഭക്ഷണങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ അതാണ് ശരീരത്തിന് ഏറ്റവും ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതും പുറന്തള്ളാൻ ബുദ്ധിമുട്ടുള്ളതും. ഇപ്പോ 4 പച്ചക്കറി കഴിച്ചാലും ഒരു ബിരിയാണി കഴിച്ചാലും എങ്ങനെ ഉണ്ടാവും നമ്മുടെ ശരീരത്തിന്, അത് പുറന്തള്ളുന്ന അവസ്ഥയിൽ. ആ ആഗ്രഹം തോന്നി കഴിക്കുന്ന കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണം തന്നെയായിരിക്കും പുറന്തള്ളുമ്പോ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ളത്. ഇതുപോലെയാണ് ഒരാളുടെ കൽബിൽ ദുനിയാവ് കയറി കഴിഞ്ഞാൽ മരണസമയത്ത് എന്തായാലും ഇത് വിട്ടിട്ട് പോകണം. അപ്പൊ എത്രത്തോളമാണോ ഏറ്റവും കൊഴുപ്പടിഞ്ഞിട്ടുള്ള അതുപോലെയുള്ള ഭക്ഷണം പുറന്തള്ളാൻ നമ്മൾ എത്ര ബുദ്ധിമുട്ടുന്നുവോ, അത് പുറന്തള്ളുമ്പോൾ എത്ര മ്ലേച്ഛമാകുന്നുവോ, അതുപോലെ ബുദ്ധിമുട്ടായിരിക്കും മരണസമയത്ത് ദുനിയാവിനോടുള്ള ഇഷ്ടം ഒരാളുടെ കൽബിൽ നിന്ന് ഇവിടുന്ന് പുറന്തള്ളിക്കളയാൻ, അവൻ ഇവിടെ നിന്ന് പോകുമ്പോ. അതുപോലെയാണ് ദുനിയാവ്, അത് ജീർണിച്ചു പോകും. ഇപ്പൊ ദുനിയാവിൽ എന്ത് കാര്യം അങ്ങനെയാണ്. ദുനിയാവിൽ ഒരു കാര്യം അതേപോലെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, കേടുന്നു. നമുക്ക് ഏറ്റവും വെറുപ്പായിരിക്കും. ഇപ്പൊ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി അവിടെ മുന്നിൽ വെച്ചു, നല്ല ഗന്ധമുണ്ട്, നല്ല രുചിയുള്ളതാണ്, 2 ദിവസം അങ്ങനെ വെച്ചാൽ എന്തായിരിക്കും, നമുക്ക് ഏറ്റവും മോശപ്പെട്ടതായിട്ടാ തോന്നുക. എന്ത് കാര്യവും അങ്ങനെയായിരിക്കും. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ എങ്ങനെ കാണുന്നത് എന്നുള്ളത്. ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാഇൻ.
ദുനിയാവിനെങ്ങാനും അല്ലാഹു തആല ഒരു കൊതുകിന്റെ ചിറകോളം വില കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കാഫിറിന്, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരു കാഫിറിന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കൊടുക്കില്ലായിരുന്നു. ദുനിയാവിന് അല്ലാഹു തആല ഒരു വില കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് കാഫിറിന് എല്ലാവിധ കാര്യവും കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു വില, ഒരു കൊതുകിന്റെ ചിറകോളം വില അള്ളാഹു നൽകിയിരുന്നെങ്കിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കൊടുക്കില്ലായിരുന്നു. അത്രയും നിസ്സാരമാണത്. ഇതിന്റെ അർത്ഥം ഒരു മുസ്ലിമിന് സമ്പാദിക്കാൻ പാടില്ല എന്നോ, നല്ലൊരു വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നോ, നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ പാടില്ല ഒന്നുമല്ല. പക്ഷെ അവന് കൽബിൽ എന്താണ് ദുനിയാവ്, കൽബിൽ എന്താണ് പരലോകം, അതാണ് വിഷയം. അതാണ് വിഷയം. അവന്റെ കൽബിൽ എത്രത്തോളം. ഇപ്പൊ സ്വഹാബികളിൽ വലിയ സമ്പന്നരുണ്ട്. ഇന്ന് കാലത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരെ എടുത്താൽ അതിനേക്കാൾ വലിയ സമ്പത്തുള്ള ആളുകളായിട്ട് അന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ സ്വഹാബികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെ കൽബിൽ ദുനിയാവ് കയറിയിട്ടില്ല, അവരുടെ കയ്യിലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ കൽബിൽ ദീനായിരുന്നു. ആ ദീനിന് വേണ്ടി അത് എറിയാൻ, അത് ഒഴിവാക്കാൻ അവർക്കൊരു മടിയും ഉണ്ടായിട്ടില്ല, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടാവും. റോമക്കാരനായിരുന്ന സുഹാബി മക്കയിൽ വന്ന് കച്ചവടം ചെയ്ത് വലിയ സമ്പന്നനായി. അങ്ങനെ ഹിജറ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പോയിട്ട് പിന്നീടാണ് പോകുന്നത്. പോകുന്ന സമയത്ത് തന്നെ സമ്പത്തുമായി പോകുമ്പോ മക്കയിലെ മുശ്രിക്കുകൾ തടഞ്ഞു. നീ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഇവിടെ കച്ചവടം ചെയ്തുണ്ടാക്കിയ സമ്പത്താണ്, ഇത് കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞു. ഷുഹൈബ് റൂമി നല്ല അമ്പെയ്ത്തുകാരനാണ്, നല്ല ഉന്നത്തിൽ അമ്പെയ്യും. അതിന് തിരിച്ചു പറഞ്ഞു, നിങ്ങൾക്കറിയാം ഞാൻ അമ്പെയ്താല് എത്രത്തോളം കൃത്യമായി കൊള്ളുന്നു, അതുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്ന് ഞാൻ അമ്പെയ്യും. ഞാൻ ഇത് കൊണ്ടുപോകുന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ എനിക്കിത് വേണ്ട, ഞാൻ പോയിക്കോളാം, എനിക്ക് ഇത് നിങ്ങൾ എടുത്തോളൂ, എനിക്ക് വേണ്ട പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് മദീനയിൽ എത്തുമ്പോ സുഹൈബ് റൂമി വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, യാ അബാ യഹ്യ, അതെന്റെ കുഞ്ഞത്ത് അങ്ങനെയായിരുന്നു, നീ ലാഭകരമായിട്ടുള്ള കച്ചവടമാണ് ചെയ്തിട്ടുള്ളത്, നീ കച്ചവടം നിനക്ക് ലാഭം നേടിയിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അപ്പൊ ആ ഒരു അവസ്ഥ, കൽബിൽ ഒരു ബന്ധം, അത് ഇല്ലാതിരിക്കാനാണ് ഈ ഹദീസുകളെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സലഫുകളിൽപ്പെട്ട ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഇന്ന മൻ കാന ഖബ്ലകും കാനത് ദുനിയ മുഖ്ബിലതൻ അലൈഹിം വഹും യഫിറൂന മിൻഹാ. നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആളുകൾ, അവരുടെ അടുക്കലേക്ക് ദുനിയാവ് ഏറ്റവും അധികം വന്നിട്ടും അവരതിൽ നിന്ന് ഓടി അകലുകയായിരുന്നു. വലഹും മിനൽ അസ്മി മാലഹും, അവർക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു അവർക്ക് എന്താ ഉള്ളത് എന്നുള്ളത്. അവർക്ക് ദുനിയാവിന്റെയും പരലോകത്തിനെയും കുറിച്ച് ദൃഢമായ ബോധ്യം ഉണ്ടായിരുന്നു. വ ഇന്നകും, നിങ്ങളുടെ അവസ്ഥയോ, തത്ലുബൂന ദുനിയ വഹിയ മുദ്ബിറത്തുൻ, ദുനിയാവ് ഓടിക്കൊണ്ടിരിക്കുക, ഞങ്ങളെ വിട്ട് പോയിക്കൊണ്ടിരിക്കുക, നിങ്ങൾ പിന്നാലെ ഓടിയിട്ട് അത് പിടിക്കാൻ നോക്കുകയാണ്. മുദ്ബിറത്തുൻ അൻകും വലക്കും മിനൽ അഹ്ദാസി മാലക്കും, നിങ്ങൾ എന്നിട്ട് ഓരോ കുഴപ്പത്ത് പോയി ചാടും. ഫഖയ്യിസു അംറക്കും വ അംറഹും, നിങ്ങളുടെയും സലഫുകളുടെയും അഥവാ സഹാബികളുടെയും അവസ്ഥ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കോളയും എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു അസറിൽ കാണാം, ജുഇല അശ്ശറു കുല്ലുഹു ഫി ബൈത്തിൻ, എല്ലാവിധ ഷർറും ഒരു വീട്ടിലാണെന്ന് വെക്കുക. വജുഇല മിഫ്താഹുഹു ഹുബ്ബുദ് ദുനിയ, അതിന്റെ താക്കോലാണ് ദുനിയാവിനോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞു. ദുനിയാവിനോടുള്ള ഇഷ്ടമുള്ള കയറി കഴിഞ്ഞാൽ എല്ലാ ഷർറിലേക്കും എത്തുന്ന താക്കോലാണത്. വജുഇലൽ ഖൈറു കുല്ലുഹു ഫി ബൈത്തിൻ, ഖൈറുകളെല്ലാം ഒരു വീട്ടിലാക്കി വെച്ചു എന്ന് വിചാരിക്കുക. വജുഇല മിഫ്താഹുഹു അസ്സുഹ്ദ് ഫി ദുനിയ, ആ ഖൈറിന്റെ വീടിന്റെ താക്കോലാണ് ദുനിയാവിനോട് വിരക്തി ഉണ്ടാവുക എന്നുള്ളത്. കാരണം സലഫുകൾ പറയാറുണ്ട്, എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിനോടുള്ള ഹുബ്ബാണ്. അതിന്റെ പേരിലാണ് അവർക്ക് ഇറങ്ങിയിട്ടുള്ള റസൂലുകളെ കളവാക്കാൻ ഒരു കാരണമായി തീർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ശിർക്കിലേക്ക് എത്താനും ഈ ഒരു കാരണത്തിന്റെ മേലെയാണ് പാപങ്ങളിൽ മുഴുകി അള്ളാഹുവിന്റെ കാരണത്തിൽ നിരാശപ്പെട്ട് ശിർക്കിലേക്ക് എത്തിയ ആളുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ സ്വന്തത്തിനോട് ചോദിക്കേണ്ട കാര്യമാണത്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, മാ അത്വാല അബ്ദുൻ അൽ അമല ഇല്ലാ അസാ അൽ അമല, ആർക്കാണോ ദുനിയാവിൽ അമിതമായ പ്രതീക്ഷ ഉണ്ടാകുന്നത് അവന്റെ കർമ്മങ്ങൾ ഏറ്റവും മോശമായി തീരും. ദുനിയാവിൽ എനിക്ക് നാളെ മറ്റൊന്നൊക്കെ ജീവിതമുണ്ട്, എന്റെ മക്കളെ എങ്ങനെ ആക്കണം, എനിക്ക് ഇന്ന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ മരിക്കുള്ളൂ, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. മരണത്തിനെ കുറിച്ച് ഒരു നിമിഷം പോലും ആലോചിക്കാത്ത ആളുകളുണ്ട്. അപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൽഹംദുലില്ലാഹ് അവള് വെള്ളിയാഴ്ച മസ്ജിദിൽ ഖുതുബയിലോ അല്ലെങ്കിൽ ഇതുപോലെ ദർസുകളിൽ പങ്കെടുക്കുമ്പോഴോ അങ്ങനെയൊക്കെ എന്ത് കേൾക്കാനുള്ള സാഹചര്യം കൂടുതലാണ്?
മരണത്തിനെ കുറിച്ചും നമുക്ക് എന്താ ദീന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടാവുക? അള്ളാഹ്, മരണം, പരലോകം, സ്വർഗം, നരകം, അതുപോലെ അതിനോട് സൂക്ഷിക്കണം, ജീവിക്കണം, ആ കാര്യങ്ങളാണ്. എന്നാൽ ജീവിതത്തിൽ മരണത്തെ കുറിച്ച് ഒരു ദിവസത്തിൽ ഒരു നേരം പോലും ആലോചിക്കാത്ത ആളുകളുണ്ട്. ഒരു നേരം പോലും ആലോചിക്കൂല. അവരുടെ അടുത്ത് കുറച്ചു നേരം മരണം പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബേജാറായിരിക്കും, ഭയങ്കര പേടിച്ചു പോകും. ഇവിടെ പറയണം, അങ്ങനെ ദുനിയാവിൽ എന്താണോ ആർക്കാണോ അമിതമായ പ്രതീക്ഷ വരുന്നത്, പിന്നെ അവന്റെ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകും. പൊളിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കർമ്മങ്ങളായിരിക്കും. അവന് പിന്നെന്താ പാപം ചെയ്ത? അതായത് ഇന്ന് ഞാൻ ചിലപ്പോ രാവിലെ ഒരാൾ വിചാരിക്കുകയാണ്, ഞാൻ ഇന്ന് മരിച്ചേക്കാം, ഞാൻ വൈകുന്നേരത്തിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കാനൊരു ചിന്ത ഉണ്ടാകും. എന്നാൽ എനിക്കിനി ഒരുപാട് കാലം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കോ അവന് പാപം ചെയ്യാൻ എന്തിനാ പേടി? എന്തിനാ? അത് ഇനിയിപ്പോ ഒരു കുറച്ച് വിശ്വാസമുള്ള ആളെ തൗബ ചെയ്യാലോ, ആ രീതിയിൽ ശൈത്താൻ അവനെ വഞ്ചിക്കും. ദുനിയാവിൽ അമിതമായ പ്രതീക്ഷ നമുക്കുണ്ടാകാൻ പാടില്ല. ആ ദുനിയാവിനോടുള്ള ഇഷ്ടം, മരണപ്പെടാനുള്ള വെറുപ്പ്, ഇതാണ് മുസ്ലിമീങ്ങളെ ദുർബലരാക്കിയിട്ടുള്ളത്, മുഅ്മിനീങ്ങളെ ദുർബലരാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ വാക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യൂഷികു അൻ തദാഅ അലൈക്കുമുൽ ഉമം മിൻ കുല്ലി ഉഫഖിൻ. നിങ്ങളിലേക്കതാ എല്ലാ ഭാഗത്തു നിന്നും, മുസ്ലിം ഉമ്മത്തിലേക്കതാ എല്ലാ ഭാഗത്തു നിന്നും ശത്രുക്കൾ വരാനായിട്ടുണ്ട്. കമാ തദാഅൽ അഖലതു ഇലാ ഖസ്അതിഹാ. ഭക്ഷണക്കൊതിയന്മാർ ഭക്ഷണത്തളികയിലേക്ക് വ്യത്യസ്ത ഭാഗത്തിൽ നിന്ന് കൈയിട്ട് വരുന്നത് പോലെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും എല്ലാം നിങ്ങൾ ലക്ഷ്യമാക്കി വരുന്ന അവസ്ഥ ആയിട്ടുണ്ട്. അപ്പൊ സഹാബികൾ ചോദിച്ചു, അന്ന് സഹാബികൾ പ്രതാപത്തിലാണ്, എല്ലാ രീതിയിലും പ്രതാപത്തിലാണ്. അപ്പൊ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫമിൻ ഖില്ലത്തിൻ യൗമഇദിൻ, ഞങ്ങൾ എത്ര കുറവായിട്ടാണോ അങ്ങനെ? മുസ്ലിമീങ്ങള് എണ്ണത്തിൽ കുറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ എണ്ണം കൂടിയിട്ടാണോ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, അതുകൊണ്ടല്ല. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. പക്ഷേ നിങ്ങള് എല്ലാ വെള്ളപ്പാച്ചലിന് മേലെ ചപ്പുചവറുകൾ കിടക്കുന്ന പോലെ ആ അവസ്ഥയിലായിരിക്കും നിങ്ങൾ അത്ര ദുർബലരായിരിക്കും. യുജ്അലുൽ വഹ്നു ഫീ ഖുലൂബിക്കും. അല്ലാഹു നിങ്ങളുടെ കൽബിൽ ആ വഹ്നിട്ട് തന്നിട്ടുണ്ടാവും, ദുർബലത ഇട്ട് തന്നിട്ടുണ്ടാവും. വയുൻസഉർ റുഅബു മിൻ ഖുലൂബി അദുവിക്കും. നിങ്ങളുടെ ശത്രുക്കളുടെ കൽബിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള റുഅബ് മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ കാണുമ്പോൾ അല്ലെങ്കിൽ യുദ്ധസമയത്ത് ശത്രുക്കളുടെ കൽബിൽ അല്ലാഹു എന്തിട്ട് കൊടുക്കും? റുഅബ് ഇട്ട് കൊടുക്കും, ഒരു ഭയം ഇട്ട് കൊടുക്കും. അപ്പൊ അത് അല്ലാഹു ഒഴിവാക്കിയിട്ടുണ്ടാവും അവരുടെ കൽബിൽ നിന്ന്. അതിന് കാരണം പറഞ്ഞത് എന്താ അറിയോ? ലിഹുബ്ബിക്കുമുദ് ദുനിയ വകറാഹിയതിക്കുമുൽ മൗത്ത്. നിങ്ങൾക്ക് ദുനിയാവിനോടുള്ള ഇഷ്ടം കാരണത്താലും മരിക്കാനുള്ള വെറുപ്പ് കാരണത്താലും. മരിക്കാൻ ഉദ്ദേശം ജിഹാദിൽ ഇറങ്ങാനും ഷഹീദാവാനും. അപ്പൊ നമുക്ക് ഇവിടെ ജീവിക്കണം, ഇവിടെ മതി, അങ്ങനെ ഒരു ചിന്തയിൽ ഒരിക്കലും മുഅ്മിനീങ്ങളാകാൻ പാടില്ല. അവർ എപ്പോഴും മരണത്തിന് തയ്യാറെടുക്കുന്ന, നാളെ പരലോകത്തേക്ക് ഒരുങ്ങിയിട്ടുള്ള ആളുകളായി തീരണം. നോക്കൂ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം നോക്കൂ. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമറിന്റെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു, കുട്ടിയാണ്, ഇബ്നു ഉമർ കുട്ടിയാണ്, തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു. കുട്ടിയോട് പറയുന്ന വാക്കാണ്, മനസ്സിലാക്കണം. ഒരു ചെറിയ കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന വാക്കാണ്. കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീലിൻ. ഇബ്നു ഉമർ വിളിച്ച് പറയാണ്, നീ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണോ, അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ, പരിചയമില്ലാത്തൊരു നാട്ടിലെത്തിയിട്ട് ജീവിക്കുന്നവനെ പോലെ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിരിക്കണം നീ അങ്ങനെ ആകാൻ പാടുള്ളൂ, അങ്ങനെ ആകേണ്ടത് എന്ന് പറഞ്ഞു. എന്താ എന്റെ ഉദ്ദേശം? ഇബ്നു ജബൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കശ്ഫുൽ ഖുർബ ഫി വസ്ഫിൽ ഖുർബ, കശ്ഫുൽ ഖുർബത്തി ഫി വസ്ഫിൽ ഖുർബ എന്ന റിസാലയുണ്ട്. അതിൽ അദ്ദേഹം ഒരു ഉപമ പറയേണ്ടി, ഈ ഹദീസിനെ പരാമർശിക്കുന്ന ഒരു ഉപമ. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു അപരിചിതൻ, ഒരു വഴിയാത്രക്കാരൻ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഞാൻ പറയാം, കുട്ടികളൊക്കെ ശ്രദ്ധിച്ചു കേൾക്കാം. നമുക്ക് നമ്മുടെ നാട്, ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് നമ്മളെന്ന് വിചാരിക്കുക. ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. അപ്പൊ ആ നാട്ടിലെ വലിയ വീട്, ഒരു 5 നിലയുള്ള ഒരു കെട്ടിടമുള്ള വീട് നമുക്കുണ്ട്. ആ നാട്ടിലെ ഏറ്റവും വലിയൊരു വാഹനം ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ, ആ നാട്ടിലെ ഏറ്റവും ഒരു, നമ്മുടെ നാടുകളൊക്കെ ഒരു ബെൻസാണെന്ന് വിചാരിക്കാം, മനസ്സിലാവാൻ കേട്ടോ, ഒരു ഉപമ പറയാം. അതാണ് നമുക്കുള്ളത്. ബാക്കിയുള്ള ആളുകൾക്ക് അതിന് താഴെയുള്ള ഏതെങ്കിലും ചെറിയ ചെറിയ കാറുകളാണുള്ളത്. അപ്പൊ നമ്മളൊരു യാത്ര അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്താൽ വേറെ നാട്ടിലൂടെ പോവാണ്. അപ്പൊ നമ്മൾ വീടും കാറൊന്നും എടുത്തിട്ടില്ല, വേറെ നമ്മൾ എന്തോ സൗകര്യമായിട്ട് നമ്മൾ പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് വേറൊരു നാട്ടിലെത്തി. ആ നാട്ടില് അവിടെയുള്ള ആളുകൾക്ക്
അവിടെയുള്ള ആളുകളിൽ ഏറ്റവും വലിയ സമ്പന്നനുള്ളത് ഒരൊറ്റ നിലയുള്ള വീടാണ്. അത് ബാക്കിയുള്ളവർക്കൊന്നും വീട് തന്നെയല്ല, പൊളിഞ്ഞു പോയിട്ടുള്ള വേറെ എന്തെങ്കിലും ഹോലപ്പേരെയൊക്കെ വിചാരിക്കുക. ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന് ഒരൊറ്റ നിലയുള്ള ടെറസിന്റെ വീടുണ്ട്. അവിടെയുള്ള ഏറ്റവും വലിയൊരു വാഹനം ഇവന്റെ നാട്ടിലെ ഏറ്റവും ചെറിയ വാഹനമാണ് ആ നാട്ടിലെ ഏറ്റവും പണക്കാരനുള്ള വാഹനമായിട്ടുള്ളത്. അപ്പൊ ഇയാൾ ഈ നാട്ടിലൂടെ പോകുമ്പോ ഈ നാട്ടിലെ സാധുക്കളൊക്കെ ഈ കാറും ഈ വീടുള്ള ആളെ നോക്കിയിട്ട് ഇതുപോലെ എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഇതുപോലെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊതിക്കുന്നുണ്ട്. അപ്പോ ഇയാളെ ഇവർക്കൊന്നും അറിയില്ല, ഇയാളൊരു യാത്രക്കാരനാണ്, അപരിചിതനാണ്. അപ്പൊ ഇയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മളാണ് ആ സാഹചര്യത്തിലേക്ക് എന്തായിരിക്കും? വലിയ വില ഉണ്ടാവൂല. കാരണം ഇതിനേക്കാൾ വലുത് എനിക്ക് എന്റെ നാട്ടിലുണ്ട്, എന്റെ വീട് ഇതിനേക്കാൾ വലുതാണ്, ഇതിനേക്കാൾ വില പിടിച്ച വാഹനം എനിക്കുണ്ട്, ഇവരെ ഇതേ കണ്ടിട്ടുള്ളൂ, ഇവരാ നാട്ടിൽ ഇതേ കണ്ടിട്ടുള്ളൂ, എനിക്ക് ഇതിനേക്കാൾ വലുതുണ്ട് എന്ന നിലയ്ക്ക് അവനെന്തെങ്കിലും ആകർഷണം തോന്നും അവിടെ? അതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കോ? ഇല്ല. കാരണം അവനതിനോട് പുച്ഛായിരിക്കും. ഇതുപോലെ ആയിരിക്കണം ഒരു മുഅ്മിൻ. കാരണം മുഅ്മിന്റെ ശരിക്കുള്ള ഭവനം എന്താണ്? നമ്മുടെ ശരിക്കുള്ള വീട് എവിടെയാണ്? സ്വർഗ്ഗാണ്. ദുനിയാവിൽ ആരെന്ത് ആസ്വദിച്ചോട്ടെ, എത്ര വലിയ ആസ്വാദനമായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, അതിനേക്കാളെല്ലാം ഹൈറും അതിനേക്കാളെല്ലാം അഫ്ളലും അതിനേക്കാളെല്ലാം ഉത്തമമായിട്ടുള്ള ഭക്ഷണമാവട്ടെ, താമസമാവട്ടെ, ഇണകളാവട്ടെ, എല്ലാ അവസ്ഥയും സ്വർഗത്തിലുണ്ട്. നമ്മുടെ തറവാട്ടിലുണ്ട്, നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് അവിടെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകേണ്ടവരാണ്. അപ്പൊ ദുനിയാവിൽ ഇവിടെ ഏറ്റവും വലിയ സമ്പത്തുള്ള ഒരാളെ കണ്ടിട്ട് ബാക്കിയുള്ള ആളുകൾ ആകർഷിക്കുമ്പോ സ്വർഗത്തിൽ എനിക്കിതുണ്ട് എന്ന് ചിന്തിക്കുന്ന, അത് ഉറപ്പുള്ള ഒരാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവനെ ഉണ്ടായിക്കോട്ടെ, ഞാൻ എന്തിനാ നോക്കണ്? അവന് നല്ലൊരു വാഹനമുണ്ട്, ഇതിനേക്കാൾ നല്ലത് എനിക്ക് സ്വർഗത്തിലുണ്ട്. അവന് നല്ലൊരു വീടുണ്ട്, ഇതിനേക്കാൾ നല്ലത് എനിക്ക് സ്വർഗത്തിലുണ്ട്. അവന് നല്ലൊരു സൗന്ദര്യമുള്ള ഇണയുണ്ട്, ഇതിനേക്കാൾ നല്ല ഇണകൾ എനിക്ക് സ്വർഗത്തിലുണ്ട്. അതാണ് നമ്മൾ അപരിചിതരെ പോലെ ആയിരിക്കണം. നമുക്ക് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ അവരോട് മത്സരിക്കാനില്ല. ഒരു മുസ്ലിം ദുനിയാവിന്റെ ആളുകളോട് മത്സരിക്കാനില്ല. വില കുറഞ്ഞ ഒന്നിനു വേണ്ടി ഒരു മുസ്ലിം മത്സരിക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു മുഅ്മിൻ മത്സരിക്കില്ല. അവന് മത്സരിക്കേണ്ട ഒരു ആവശ്യം അതിനോടില്ല. അവന് പുച്ഛമേ ഉള്ളൂ. അവനോട് അത് ദുനിയാവിനോടുള്ളൂ. അതാണ് അപരിചിതനെ പോലെ ആവണമെന്ന് പറഞ്ഞാൽ. അങ്ങനെ ആയിരിക്കണം നമ്മുടെ മനസ്സ്. കാരണം ഇത് ഇങ്ങനെ ആവണമെങ്കിൽ എന്ത് വേണം? സ്വർഗത്തിൽ അത്രയും യഖീന് വേണം. സ്വർഗത്തിൽ അത്രയും യഖീനും അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ അത്ര ദൃഢമായ ഉറപ്പും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഒന്നും നമ്മളെ കൽബിൽ തട്ടുപോലുമില്ല. ഒരാളുടെ എന്തെങ്കിലും ആസ്വാദനം കണ്ട് നമ്മൾ ആകർഷിക്കുകയില്ല. അത് അവർക്കുണ്ടായിക്കോട്ടെ, നമുക്ക് എന്താ? നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഈ സംഭവം ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു പറയാറുണ്ട്, ഇദാ അംസൈത ഫലാ തൻതദിർ സബഹ്. ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു ശിഷ്യന്മാരോട് പറയാണ്, നീ വരെ നീ ജീവിച്ചിരിക്കുന്നു നീ വിചാരിക്കണ്ട. ഇവിടുന്ന് നമ്മൾ വിട്ടുപോകാനുള്ളതാണ്. ഇവിടുന്ന് യാത്രക്കാരനെ പോലെ ഇവിടുന്ന് പോകാനുള്ളതാണ്. ഇവിടെ അയാൾ ആസ്വദിക്കുന്നത് കണ്ട് ദുനിയാവിന്റെ ആളുകൾ അതിന്റെ പിന്നാലെ പോകണ കണ്ടിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവർക്ക് അറിയില്ല. അവർക്ക് സ്വർഗത്തെ അറിയില്ല, അവരുടെ സ്വർഗത്തിലുള്ള ആസ്വാദനങ്ങൾ അറിയില്ല. അവർക്ക് അതൊന്നുമില്ല. അവരുടെ ഭവനം അതല്ല. പക്ഷെ ഒരു മുസ്ലിം അങ്ങനെയല്ല, ഒരു മുഅ്മിൻ അങ്ങനെയല്ല. നീ എന്ത് ചെയ്യണ്ട? ഇവിടെ വൈകുന്നേരത്തിൽ അവൻ പ്രതീക്ഷിക്കണ്ട. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക. നീ രോഗിയാകുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യം നീ ഉപയോഗിച്ചോ. നിനക്ക് ചെന്നെത്താനുള്ള പരലോകത്തിന് വേണ്ടി ഉപയോഗിച്ചോ. വമിൻ ഹയാതിക ലിമൗതിക. മരണത്തിനു മുമ്പ് നിന്റെ ജീവിതം ഉപയോഗിച്ചോ. ഉറപ്പാണ് സഹോദരങ്ങളെ, നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചാലും എന്തൊക്കെ നേടിയാലും എത്ര ശക്തിയുണ്ടെങ്കിലും എത്ര അധികാരമുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം വിട്ടേച്ചു പോകുന്ന ഒരു ദിവസം നമുക്കുണ്ട്. നമ്മൾ ഇവിടുന്ന് മരണപ്പെട്ടു പോകാതെ എപ്പോഴാണെങ്കിലും ആവാം. ഈ സദസ്സിൽ സംസാരിക്കുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങൾ ആരാണെങ്കിലും. ഇമാം ഷാഫി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു ബൈത്ത് ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് നല്ല മനോഹരമായ അർത്ഥവത്തായ വരികളാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാ പറയാണ്, തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് കൊണ്ട്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട്, അള്ളാഹു ഹറാമാക്കിയത് ഒഴിവാക്കിക്കൊണ്ട് നീ തഖ്വയുടെ പാതയമൊരുക്കുക. കാരണം നിനക്കറിയില്ല. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ഇന്ന് രാത്രി ഇരുട്ടിക്കഴിഞ്ഞാൽ നാളെ പ്രഭാതത്തിലേക്ക് നീ ജീവിക്കുമോ എന്ന് നിനക്കറിയില്ല.
ഫകം മിൻ ഫതൻ അംസാ വഅസ്ബഹ ളാഹിക. എത്രയെത്ര ചെറുപ്പക്കാരാണ്, യുവാക്കളാണ് രാവിലെയും വൈകുന്നേരവും ചിരിയും കളിയുമായിട്ടുണ്ടായിരുന്നത്. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. അവനുള്ള കഫൻ തുണി അതാ അവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അവനുള്ള കഫൻ തുണി അവന്റെ അപ്പുറത്തെ കടയിൽ എത്തിയിട്ടുണ്ടാകാം, അവനറിയില്ല. വകം മിൻ അറൂസിൻ സയ്യനൂഹാ ലിസൗജിഹാ. എത്രയെത്ര മണവാട്ടിമാരാണ് അവളുടെ ഭർത്താവിന് വേണ്ടി, പുരുഷന് വേണ്ടി അലങ്കരിച്ചിട്ട് ഒരുങ്ങിയിട്ടുള്ളത്. വഖദ് ഖുബിലത് അർവാഹും ലൈലത്തുൽ ഖദ്രി. അവർക്ക് നിർണയിക്കപ്പെട്ട ആ രാത്രിയിൽ അവർ റൂഹ് പിടിക്കപ്പെട്ടിട്ടുണ്ട്, അവർ മരണപ്പെട്ടിട്ടുണ്ട്. വകം മിൻ സിഗാരിൻ യുർതജാ തൂല ഉംരിഹിം. എത്രയെത്ര കുട്ടികളാണ് എനിക്കിനിയും സുദീർഘമായി ഒരുപാട് കാലം ആയുസ്സുണ്ട് എന്ന് പ്രതീക്ഷിച്ചത്. വഖദ് ഉദ്ഖിലത് അജ്സാദുഹും ദുൽമത്തൽ ഖബ്രി. അവരുടെ ശരീരം ഇരുട്ട് നിറഞ്ഞ ഖബറിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ. എത്രയെത്ര ആരോഗ്യമുള്ളവരാണ് ഒരു രോഗവുമില്ലാതെ മരണപ്പെട്ടിട്ടുള്ളത്. വകം മിൻ സഖീമിൻ ആശ ഹീനൻ മിൻ അദ്ദഹരി. എത്രയെത്ര രോഗികളാണ് ആയുസ്സിൽ ഒരുപാട് കാലം വീണ്ടും ജീവിച്ചിട്ടുള്ളത്. വകം മിൻ സാകിനിൻ ഇൻദ സബാഹി ബിഖസ്രിഹി. എത്രയെത്ര ആളുകളാണ് പ്രഭാതത്തിൽ അവരുടെ കൊട്ടാരത്തിൽ മണിമാളികയിൽ ഉണ്ടായിരുന്നത്. വഇൻദൽ മസാഇ ഖദ് കാന മിൻ സാകിനിൽ ഖബ്രി. വൈകുന്നേരമായപ്പോഴേക്ക് അവൻ ഖബറിലെ താമസക്കാരനായി മാറിയിട്ടുണ്ട്. വകം മിൻ ഫദാവിൻ അലാ തഖ്വൽ ഇലാഹി ഫഇന്നഹാ. അതുകൊണ്ട് നീ നിന്റെ ഇലാഹിനെ, നിന്റെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുക. ഫഇന്നഹാ, തീർച്ചയായും അത് അമാനും മിനൽ അഹ്വാലി ഫീ മൗഖിഫിൽ ഹശ്രി. നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ ഏറ്റവും രക്ഷയായിട്ടുണ്ടാവുക നീ അള്ളാഹിനെ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതേ സഹോദരങ്ങളെ, നമ്മൾ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിതം ക്രമീകരിച്ചിട്ടുണ്ടോ, അതേ നമുക്കുണ്ടാവുള്ളൂ. ദുനിയാവിന്റെ ആളുകൾ അവർ സമ്പാദിക്കുകയോ അവരെ ആഘോഷിക്കുകയോ അവരെ ആനന്ദിക്കുകയോ അവരെ ആസ്വാദിക്കുകയോ അവര് ഹറാമുകൾ മുഴുക ഒന്നും നമ്മെ അലട്ടേണ്ട കാര്യമല്ല. നമുക്കതിനോട് ആഗ്രഹം തോന്നേണ്ട കാര്യമല്ല. എനിക്കതൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. അവരെ പോലെ ആകുന്നില്ലല്ലോ എന്ന് ഓർക്കേണ്ട കാര്യമില്ല. കാരണം ഒന്നും നമ്മെ ബാധിക്കുന്ന കാര്യമല്ല. അവരിന്ന് ആസ്വദിക്കുന്നത് എന്തിനേക്കാളും ഉത്തമമായത് നമുക്ക് അള്ളാഹു ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷവും അവർ അത് വിട്ടു പോകേണ്ടി വരും, നമ്മളും ഈ ദുനിയാവ് വിട്ടു പോകേണ്ടി വരുന്ന ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ബുദ്ധിയുള്ള ഒരാൾ എന്താ ചെയ്യാ? അവൻ നാളെ മരണത്തിന് ശേഷമുള്ള ലോകത്തേക്കുള്ള ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കും. അതാണ് ചെയ്യേണ്ടത്. ഒരിക്കൽ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സിഫീൻ യുദ്ധം കഴിഞ്ഞിട്ട് വരികയാണ്. സിഫീൻ യുദ്ധം നമുക്കറിയാം, ഇസ്ലാമിക ലോകത്ത് വലിയൊരു വിപ്ലവം ഉണ്ടായിരുന്ന യുദ്ധമാണ്. വളരെയധികം മുസ്ലിമീങ്ങൾ മാനസികമായി സംഘർഷത്തിൽ അനുഭവിച്ച യുദ്ധമാണ്. യുദ്ധം കഴിഞ്ഞു വരുന്ന സമയത്ത് കൂഫയിൽ ആ ഭാഗത്താണ് നടക്കുന്നത്. കൂഫയിലെ ഒരു മഖ്ബറയിൽ അലി റളിയല്ലാഹു അൻഹു എത്തി. അപ്പോൾ ഒരു ഖബർ കണ്ടു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഖബർ മൻ ഹാദാ? ഇത് ആരുടെ ഖബറാണ് ചോദിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു, ഖബർ ഖബ്ബാബ് ഇബ്നുൽ അറത്ത്, ഖബ്ബാബിന്റെ ഖബറാണെന്ന് പറഞ്ഞു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അടിമയായിരുന്നു, കൊല്ലന്റെ ഉലയിൽ ഇരുമ്പൊക്കെ ഇതാക്കുന്ന. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ യജമാനന്മാർ ഇരുമ്പ് പഴുപ്പിച്ച് അതിൽ കിടത്തുകയും തീക്കൊള്ളികൾ പുറത്തു കുത്തി കെടുത്തുകയും ചെയ്ത് എല്ല് പുറത്തു കാണുമായിരുന്നു. അങ്ങനെ ഉമറിന്റെ കാലഘട്ടത്തിൽ ഇതെന്താണ് ഖബ്ബാബ് എന്ന് ചോദിക്കുമ്പോ പറയുന്നുണ്ട്, അള്ളാഹിന്റെ അടുക്കൽ നാളെ എനിക്ക് കാണിക്കാനുള്ള അടയാളമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഖബ്ബാബ് റളിയല്ലാഹു ഖബറാണെന്ന് പറഞ്ഞു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു അതിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, റഹിമല്ലാഹു ഖബ്ബാബൻ, ഖബ്ബാബിന് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ. അസ്ലമ റാഗിബൻ, അതിവേഗ താല്പര്യത്തോടുകൂടി ഇസ്ലാം സ്വീകരിച്ചു. വഹാജറ താഇഅൻ, ഹിജറ ചെയ്തു, എല്ലാം ഒഴിവാക്കി. വആശ മുജാഹിദൻ, മുജാഹിദായിക്കൊണ്ട് ദീനിൽ ഉറച്ചു നിൽക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ജീവിച്ചു. വബ്തുലിയ ഫീ ജിസ്മിഹി ആഖിറൻ, ശരീരത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിട്ടു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ വലൻ യുദിഅ അല്ലാഹു അജ്റ മൻ അഹ്സന അമല, സൽക്കർമ്മങ്ങൾ ചെയ്തവരുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കി കളയില്ല. അങ്ങനെ കുറച്ചുകൂടിയും ആ ഖബറിന്റെ അവിടുന്ന് കുറച്ചുകൂടി മാറി ധാരാളം ഖബറുകളുള്ള മുസ്ലിമീങ്ങളുടെ ഖബറുള്ള സ്ഥലത്തെത്തി. അവിടെ എത്തിയിട്ട് വീണ്ടും അലി റളിയല്ലാഹു അൻഹു നിന്നു. അപ്പൊ ആളുകളുണ്ട്. അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്നിട്ട് ഖബറാളികൾ നോക്കിയിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും അഹ്ല ദിയാരിൽ മൂഹിഷ വൽ മഹാലിൽ മഗ്ഫിറ.
ഏകാന്തമായ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളെ, നിങ്ങൾക്ക് സമാധാനം അഥവാ നിങ്ങൾക്ക് രക്ഷ, അള്ളാഹുവിന് രക്ഷ ഉണ്ടാവട്ടെ. അൻതും ലനാ സലഫുൻ വനഹ്നു തബഉൻ വബികും അമ്മാ ഖലീലുൻ ലാഹിഖൂൻ. നിങ്ങൾ ഞങ്ങളെ മുൻകടന്നവരാണ്, ഞങ്ങൾ ഇതാ നിങ്ങളെ പിൻപറ്റി വരുന്നവരാണ്. നിങ്ങൾ കുറച്ച് മുന്നിൽ പോയി എന്ന് മാത്രം, അത്രേ ഉള്ളൂ, ഞങ്ങളും വരുന്നവരാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലഹും വതജാവിസ് അന്നാ വഅൻഹും. അല്ലാഹുവേ, ഞങ്ങൾക്കും അവർക്കും നീ പുറത്തു കൊടുക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഒഴിവാക്കി തരണമേ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തൂബാ ലിമൻ ദക്കറൽ മആദ് വഅമില ലിൽ ഹിസാബ്. പരലോകത്തെ ഓർക്കുകയും വിചാരണയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവനും ആശംസ. വഖനഅ ബിൽ കഫാഫ്, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനും. വറളിയ അനില്ലാഹി തആല, അല്ലാഹു നൽകുന്നതിൽ തൃപ്തിപ്പെടുന്നവനും അതുകൊണ്ട് മതിയാകുന്നവനും. എന്നിട്ട് വീണ്ടും അലി റളിയല്ലാഹു അൻഹു ഖബറാളികൾ നോക്കി പറയാണ്, യാ അഹ്ലൽ ഖുബൂർ, ഏ ഖബറാളികളെ, അമ്മൽ അസ്വാജ് ഫഖദ് നുകിഹത്. നിങ്ങളുടെ ഭാര്യമാർ ഇന്ന് വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാര്യമാർ ഇന്ന് വേറെ വിവാഹം കഴിച്ചു പോയിട്ടുണ്ട്. വഅമ്മദ് ദിയാർ ഫഖദ് സുകിനത്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ ഭവനങ്ങൾ അതിൽ വേറെ ആളുകൾ താമസമാക്കിയിട്ടുണ്ട്. വഅമ്മൽ അംവാൽ ഫഖദ് ഖുസിമത്. നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യം അതെല്ലാം വീതം വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഫഹാദാ ഖബറു മാ ഇൻദനാ. ഇതാണ് നിങ്ങളെ ഞങ്ങൾക്ക് അറിയിക്കാനുള്ള വാർത്ത. മരിച്ചുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളോട് എന്തായി എന്നുള്ളതാ. ഭാര്യ ഒരാളെ കല്യാണം കഴിച്ചിട്ട് അവന്റെ ഒപ്പം ജീവിക്കുന്നുണ്ട്, സമ്പത്ത് അങ്ങനെ പോയിട്ടുണ്ട്, വീട്ടിൽ വേറെ ആൾക്കാർ താമസം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഒരാൾ കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കുകയാണ് അവന്റെ ഭാര്യ ഇതൊക്കെ ആയിട്ട്. ഇവ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യക്ക് വീടുണ്ട്, ഭാര്യ വേറെ കല്യാണം കഴിച്ചാൽ അവൻ കടന്ന കട്ടിൽ വേറെ ആൾ കിടക്കും അവന്റെ ഭാര്യയോടൊപ്പം. അത്രേ ഉള്ളൂ, ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഫമാ ഖബറു മാ ഇൻദകും. നിങ്ങൾക്ക് എന്താണ് ഞങ്ങളെ അറിയിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് ഞങ്ങളെ അറിയിക്കാനുള്ളത് ചോദിച്ചു. ثم التفت الى اصحابه. എന്നിട്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകളിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, അമാ ഇന്നഹും ലൗ തകല്ലമു. അവരെങ്ങാനും സംസാരിച്ചിരുന്നെങ്കിൽ, ആ ഖബറാളികളെങ്ങാനും സംസാരിച്ചിരുന്നെങ്കിൽ, ലഖാലു, അവർ പറയുമായിരുന്നു, വജദ്നാ ഖൈറസ്സാദി തഖ്വ. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഏറ്റവും നല്ല പാതേയവും വിഭവവും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ്, തഖ്വയാണ്. വേറൊന്നും അവിടെ ഇല്ല. ആ ഖബറിൽ അവർക്ക് വേറൊന്നും ഉണ്ടായിട്ടില്ല. അള്ളാഹിനെ സൂക്ഷിച്ച് എന്തെങ്കിലും നാല് ദിക്ർ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും രഹസ്യ ജീവിതത്തിൽ ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പാപങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതേ ഇവിടെ ഉള്ളൂ എന്ന് അവർ പറയുമായിരുന്നു എന്ന് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തന്റെ ഒപ്പമുള്ള ആളുകളോട് പറയാം. അതുകൊണ്ട് സഹോദരങ്ങൾ, നമുക്ക് ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടണം. വേറൊരു ഉപമ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ദുനിയാവിന്റെ ഒരു ഉപമയായിട്ട് പറയാണ്. ഉദ്ദത്തുസ് സാബിരീൻ എന്നുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം പറയാണ്, വദ്ദുന്യാ കമസലി റജുലിൻ ഹയ്യ ദാറൻ വസയ്യനഹാ. ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾ ഒരു നല്ല വീട് ഉണ്ടാക്കി, അതിന്റെ അകത്ത് കുറെ കാര്യങ്ങളൊക്കെ ഒരുക്കി, കുറെ നല്ല സ്ഥലങ്ങളും കുറെ ധാരാളം കാര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആളുകളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവിടെ ഓരോ ആളുകൾ വരുമ്പോഴും ആ ആളുകളെ ഇന്ന സ്ഥലത്ത് പ്രത്യേകമായിട്ട് ആ വീടിനകത്ത് ഓരോ സ്ഥലത്ത് ഇരുത്തി. ആ സ്ഥലത്ത് അയാളുടെ അടുത്തായിട്ട് നല്ല ഭക്ഷണത്തളികളും അതുപോലെ ആവശ്യമുള്ള ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ ജോലിക്കാരായിട്ട് ഓരോ ആൾക്കും പ്രത്യേകമായിട്ട് ജോലിക്കാരെയും ഇതൊക്കെ കൊടുത്തു. അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ തസവ്വൂർ ചെയ്യണം, നമ്മൾ ചിന്തിക്കണം, എന്നാലും മനസ്സിലാവുള്ളൂ. അങ്ങനെ വെച്ചു. فعرف العاقل أن ذلك كله متاع صاحب الدار ومتاع صاحب الدار وملكه وعبيده. എന്ത് മനസ്സിലാകും? അതായത് പിന്നെ ബുദ്ധിയുള്ള ഒരാള്, ആ അതിഥികളിൽ ബുദ്ധിയുള്ള ആൾക്ക് എന്ത് മനസ്സിലാകും? അവിടെയുള്ള അവന് ലഭിക്കുന്ന സാധനങ്ങളുടെ ഒക്കെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? വീട് ഒരുക്കിയിട്ടുള്ള ആളാണ്. ഒരാൾ വീട്ടിലേക്ക് ക്ഷണിച്ചതാണ്. അപ്പൊ ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഇതിന്റെ യജമാനൻ ആരാണ്? ഈ വീടിന്റെ ആളാണ്. പക്ഷെ എനിക്ക് എന്നെ അതിഥിയായി ക്ഷണിച്ചിട്ടുള്ള എത്ര സമയമാണോ ആ സമയമൊക്കെ എന്ത് ചെയ്യാ? എനിക്ക് നൽകിയതാണിത്. ആ സമയത്തിന് എനിക്ക് ആസ്വദിക്കാൻ നൽകിയതാണിത്. അപ്പൊ അത്രയും നേരം എനിക്ക് ചെയ്യാം. അപ്പൊ അയാൾ എന്ത് ചെയ്യും? എജ്ലിസു ഹൈസു അജ്ലസഹു. എവിടെയാണോ ഇരിക്കാൻ പറഞ്ഞത് അവിടെ ഇരിക്കും. വയഅകുലു മാ ഖദ്മ ലഹു. അവൻ എന്താണോ കൊടുത്തത് അതവൻ തിന്നും. വലാ യസ്അലു അമ്മാ വറാഅ ദാലിക്. അതിന്റെ അപ്പുറത്തേക്ക് അവൻ ചോദിക്കുന്നില്ല. എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, അവന് കിട്ടിയത് വേണം, അവന് കിട്ടിയത് വേണം ചോദിക്കുക. ബുദ്ധിയുള്ള ഒരാൾ എന്ത് ചെയ്യാ?
ഞാൻ വേറൊരാളുടെ വീട്ടിലാണ്, എന്നെ അതിഥിയായി വിളിച്ചതാണ്, എനിക്ക് തന്ന എന്താണോ അത് കിട്ടിയിട്ട് പോവുക. അതാണ് ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കുക. എന്നാൽ ബുദ്ധി അവൻ അവിടെ മാന്യമായിട്ട് താമസിച്ച് മാന്യമായി കിട്ടിയത് ഇതായി മാന്യമായിട്ടൊക്കെ സമയം കഴിയുമ്പോൾ ആ വീട്ടിൽ നിന്ന് അവൻ പുറത്തോട്ട് പോകും, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ബുദ്ധിയില്ലാത്ത ഒരാളോ അവൻ ഇരിക്കാൻ പറഞ്ഞ സ്ഥലത്ത് ഇരിക്കാതെ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കും. അവൻ മറ്റുള്ളവർക്ക് കൊടുത്തതെന്ന് കിട്ടിയെന്നൊക്കെ അവന്റെ തോന്നിയ പോലെ പിടിച്ചു പറിച്ചു വാങ്ങും. അവൻ ഇഷ്ടമുള്ള പോലെ അത് ചെയ്യും. യജമാനൻ ഇതൊക്കെ കാണുന്നുണ്ടാവും. ആരാണോ വിളിച്ചത് വീടിന്റെ മുതലാളി ഇതൊക്കെ കാണുന്നുണ്ടാവും. പക്ഷെ വീടിന്റെ മുതലാളി മാന്യരായതുകൊണ്ട് കുറച്ച് സമയം കൊടുക്കും. അങ്ങനെ സമയം കൊടുത്ത് കുറച്ച് കഴിയുമ്പോ അവസാനമാവുമ്പോ ആ അടിമകളോടും ജോലിക്കാരോടും പറയും ഓനെ പിടിച്ച് പുറത്താക്കാൻ. ഓന്റെ വീടല്ലല്ലോ, ഓനെ പിടിച്ച് പുറത്താക്കാൻ പറയും. ആ പുറത്താക്കുന്ന സമയത്ത് ഇവൻ വാരിക്കൂട്ടി വെച്ച് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റൂല. അടിമകൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ സമ്മതിക്കോ? ഇല്ല. അവനതൊക്കെ അവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും. ഇതാണ് ദുനിയാവിന്റെ ഉപമ എന്ന് പറഞ്ഞത്. അതായത് അള്ളാഹു നമുക്ക് കുറഞ്ഞ കാലത്തേക്ക് ഇവിടെ ചില വസ്തുക്കൾ നിശ്ചയിച്ചിട്ടുണ്ട്, തന്നിട്ടുണ്ട്, ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ആരാണോ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത് അവന് മാന്യമായി ഇവിടെ ജീവിക്കാനുള്ള വക അള്ളാഹു നൽകും. മാന്യമായി ഇവിടുന്ന് പോകാൻ പറ്റും. എന്നാൽ അള്ളാഹു പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ വിട്ട് അവൻ സമ്പാദിക്കുന്നതിൽ അവൻ നോട്ടല്ല, ഹലാല് ഹറാമ് നോട്ടല്ല, എന്ത് കാര്യത്തിലും പരിഗണിക്കുന്നില്ല, അവൻ തോന്നിയ പോലെ ജീവിക്കുകയാണെങ്കിൽ കുറച്ചു കാലം അവസരം കൊടുക്കും. അങ്ങനെ ഇപ്പൊ ഒരാൾ ഹറാമായിട്ട് കുറെ സമ്പാദിച്ചു ഒക്കെ ചെയ്തു, പോകുമ്പോ എന്തെങ്കിലും കൊണ്ടാൻ പറ്റുമോ? പറ്റില്ല, ഒന്നും പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിൽ ഏത് അതിഥിയ ബുദ്ധിയുള്ള കുറച്ചു കാലം ഉള്ളത് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് മാന്യനായി പോവാം. അല്ലാത്തവന് ഏറ്റവും മോശപ്പെട്ട അവസാനമായിരിക്കും. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ദുനിയാവിന്റെ ഈ ജീവിതം അത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരലോകത്തിന് ഒരുങ്ങുക എന്നുള്ളതാണ് സഹോദരങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു തആല പറഞ്ഞു നോക്കൂ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം രുചിക്കും. മരണം രുചിക്കാത്ത ഒരാളില്ല. ദുനിയാവിൽ ജനിച്ചു വീണോ നമ്മൾ മരിക്കും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, അവർ ഈ ലോകത്ത് ചെയ്തിട്ടുള്ളതിന് ഏറ്റവും നല്ല പ്രതിഫലം അവർക്ക് യോജിച്ചത് കൊടുക്കുന്നത് പരലോകത്താണ്, ദുനിയാവിൽ വെച്ചിട്ടല്ല. പരലോകത്താണ്. ഫമൻ സുഹ്സിഹ അനിന്നാർ, ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത്, വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്, ഫഖദ് ഫാസ്, അവർ വിജയിച്ചു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവിലെ വിഭവം കബളിപ്പിക്കുന്ന ഒരു വിഭവം മാത്രമാണ് ദുനിയാവ് എന്നത്. നോക്കൂ, സ്വർഗത്തിൽ എത്തുക, നരകത്തിൽ രക്ഷപ്പെടുക, അതാണ് സഹോദരങ്ങളെ നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ക്ഷമിക്കണം. ദുനിയാവിലെ നമ്മുടെ ആസ്വാദനങ്ങളെ പിടിച്ചു വെക്കണം, ഹറാമുകളെ ഒഴിവാക്കണം. അതിനുവേണ്ടി നമ്മൾ എത്രയാണോ സാധിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു നേരം നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചാൽ മതി. ഒറ്റയ്ക്കിരുന്നൊന്ന് ആലോചിച്ചാൽ മതി. മരിച്ചു പോകുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ജീവിച്ചത്, എന്തിനാ ഞാൻ ജീവിക്കുന്നത്? നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ജനിച്ച് നിയന്ത്രണത്തിലല്ലാതെ മരിച്ചു പോകണമെങ്കിൽ ജീവിതത്തിന്റെ ഒരു അർത്ഥം വേണ്ടേ? അത് ഈ പരലോകത്തിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, മരണമാണ് ദുനിയാവിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കി തരിക. എന്തിനാണ് ഞാൻ ജീവിച്ചത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ ജീവിക്കേണ്ടിയിരുന്നത്, ഇതെല്ലാം മരണത്തിലൂടെയാണ് നമ്മൾ ബോധ്യപ്പെടുന്നത്. നമുക്ക് ഉറപ്പാകും. അബൂദർദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് പഠിക്കാൻ തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച സഹാബിയാണ്. വലിയ കച്ചവടക്കാരനായിരുന്നു മദീനയിൽ. ഇസ്ലാം സ്വീകരിച്ചപ്പോ കച്ചവടവും ഇബാദത്തും ഒരുമിച്ച് കൊണ്ടാൻ നോക്കി. അബൂദർദ തന്നെ പറയുന്നുണ്ട് പിൽക്കാലത്ത് അദ്ദേഹത്തിന് കഴിയുന്നില്ല. എല്ലാവർക്കും സാധിച്ചോണമെന്നില്ല. അദ്ദേഹത്തിന് ദീന് പഠിക്കലും ഇബാദത്തും കച്ചവടവും കൂടി ഒരുമിച്ച് സാധിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം കച്ചവടം ഒഴിവാക്കി ഇബാദത്തിൽ മുഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പഠിക്കാൻ ഒപ്പം കൂടി നിന്നു. ഒരു ദിവസം അബൂദർദ റളിയല്ലാഹു അൻഹു പറയുണ്ടായി, എനിക്കിപ്പോ ഈ മസ്ജിദ് നബവിയുടെ ഈ മസ്ജിദിന്റെ മുൻപിൽ ഒരു കച്ചവടമുണ്ട്, 5 നേരം ജമാഅത്തായി നിസ്കരിക്കാൻ സാധിക്കും, എന്നാലും എനിക്കത് വേണ്ട. എന്നിട്ട് പറയുന്നത് കച്ചവടം ഹറാമാണ് എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ പറയണം കച്ചവടം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എനിക്കത് വേണ്ട, എനിക്ക് കഴിയുന്നില്ല, എനിക്ക് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് സഹായി പറഞ്ഞ വാക്കുകൾ. അദ്ദേഹം വഫാത്തിന് ശേഷം ദമസ്കസിലാണ് താമസിച്ചത്. അവിടെയുള്ള ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തിട്ടൊക്കെ ദമസ്കസിലായിരുന്നു താമസം. ഒരു ദിവസം ദമസ്കസിലെ മസ്ജിദിന്റെ മുകളിൽ കയറിയിട്ട് അബൂദർദ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു,
യാ അഹ്ല ദിമഷ്ക്, ഏ ദമസ്കസുകാരെ, അലാ തസ്മഊന മിൻ അഖിൽ ലക്കും നാസിഹിൻ, നിങ്ങളോട് ഏറ്റവും നല്ല നസീഹത്തുള്ള, ഏറ്റവും നല്ല ഉപദേശം നൽകാനായിട്ട് നിങ്ങളോട് കൂറ് പുലർത്തുന്ന ഒരു സഹോദരന്റെ വാക്ക് നിങ്ങൾ കേൾക്കില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന ആളുകൾ, കാനൂ യജ്മഊന കസീറ, അവർ ധാരാളം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, ധാരാളം സമ്പാദിച്ചിട്ടുണ്ട്, ധാരാളം കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വയബ്നൂന മശീദ, വലിയ കെട്ടിടങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്, അന്നത്തെ വലിയ രീതിയിലുള്ള മാളികകളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. വയഖുലൂന ബഈദ, അവർക്ക് വിദൂരമായ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, ദുനിയാവിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാണ്, ഫഅസ്ബഹ ജംഉഹും ബൂറ, അവർ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നുമല്ലാത്ത അവസ്ഥയിൽ പോയി. വബുന്യാനുഹും ഖുബൂറ, അവർ കെട്ടിയുണ്ടാക്കിയ അവരുടെ വീടും കെട്ടിടങ്ങളെല്ലാം ഖബറുകളായി മാറി. വഅമലുഹും ഖുറൂറ, അവരുടെ പ്രതീക്ഷകൾ വഞ്ചനയായി മാറി. അവരുടെ പ്രതീക്ഷ വെറും അവരെ വഞ്ചിക്കുന്ന അവസ്ഥയിലായി. കാരണം പരലോകത്തെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം നേടിയിട്ട് ഒരു കാര്യമില്ല. അതിനേക്കാൾ ഉത്തമമായ സഹോദരങ്ങൾ, ഇത് ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യത്തിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നറിയോ? സ്വർഗത്തിനെ കുറിച്ച് യഖീൻ ഉണ്ടാവണം. സ്വർഗത്തിനെ പറ്റി കേൾക്കുമ്പോ കൽബുകൊണ്ട് അതെല്ലാം കണ്ട് കേട്ട് നിൽക്കുന്നത് പോലെ അതൊക്കെ ഉറപ്പാണെന്ന് നിനക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. അത് ബോധ്യപ്പെടുമ്പോഴാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ, ഒരാൾക്ക് അതുണ്ട്, അതുള്ളവൻ പിന്നെ അതിനേക്കാൾ താഴ്ന്നതിനെ കുറിച്ച് ആഗ്രഹിക്കോ? ഇല്ല, ആഗ്രഹിക്കൂല. ആ താഴ്ന്നതിനെ മറ്റുള്ളവരെ ആഗ്രഹിക്കുന്നതുകൊണ്ട് എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ കൊതിക്കോ? ഇല്ല. ആ ഉറപ്പ് നമുക്ക് ഉണ്ടാവണം. അല്ലാഹു തആല പറഞ്ഞു, നോക്കൂ, സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാ, ആളുകൾക്കതാ അവരുടെ കൽബിൽ അലങ്കാരമായി തോന്നിയിരിക്കുന്നു അവരുടെ സ്ത്രീകളോട്, ഭാര്യമാരോടുള്ള ഇഷ്ടം. വൽ ബനീൻ, മക്കളോടുള്ള ഇഷ്ടം. വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, ധാരാളം കുംഭാരമായി കൂട്ടിയിട്ടുള്ള സ്വർണവും വെള്ളിയും, അതിനോടുള്ള ഇഷ്ടം. വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ്, പ്രത്യേകമുള്ള കുതിരകൾ, വാഹനങ്ങൾ, അതുപോലെ കൃഷി, അതുപോലുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടം അവരുടെ കൽബിൽ അലങ്കാരമായി തോന്നുന്നു. ദാലിക മതാഉൽ ഹയാത്തി ദുനിയ, അത് ദുനിയാവിന്റെ കേവല വിഭവമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അല്ലാഹുവിന്റെ അടുക്കൽ ഇതിനേക്കാൾ ഉത്തമമായി മടങ്ങി ചെല്ലാനുള്ള വസ്തുക്കളുണ്ട്. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്ക്, അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, ഈ പറഞ്ഞ കാര്യങ്ങളെക്കാളെല്ലാം ഉത്തമമായത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്നിട്ട് പറയാണ്, ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം, അല്ലാഹുവിനെ സൂക്ഷിച്ച് ഈ ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന, ഏറ്റവും ശാന്തത തോന്നുന്ന, സന്തോഷം ലഭിക്കുന്ന, സമാധാനം ലഭിക്കുന്ന, വിശ്രമം ലഭിക്കുന്ന ആ സ്വർഗമുണ്ട്. ഖാലിദീന ഫീഹാ, അവരവിടെ ശാശ്വതമാണ്. ഒരാളും അവിടുന്ന് പുറത്താകൂല. അവർക്ക് മരിച്ചു പോകേണ്ടി വരില്ല, അവർക്ക് വേദനയില്ല, അവർക്ക് ദുഃഖല്ല, അവർക്ക് ഉറക്കല്ല, അവർക്ക് കാഷ്ടിക്കേണ്ടി വരില്ല, അവർക്ക് മൂത്രിക്കേണ്ടി വരില്ല, അവർക്ക് മരണമില്ല. എന്നും അവിടെ ആസ്വദിക്കാം. പരിശുദ്ധരായിട്ടുള്ള ഇണകളുണ്ട് അവർക്ക്, പരിശുദ്ധരായിട്ടുള്ള, ഏറ്റവും നല്ല സ്വഭാവമുള്ള, ഏറ്റവും നല്ല സൗന്ദര്യമുള്ള, ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഇണകളുണ്ട് അവിടെ. അതിനേക്കാൾ എല്ലാം വലുതായിട്ട് വലിയ ദുവാനും മിനല്ലാഹ്, അവരെ അള്ളാഹു തൃപ്തിപ്പെടും. അള്ളാഹുവിന്റെ തൃപ്തി അവർക്കുണ്ടാകും. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അള്ളാഹു അവന്റെ അടിമകളെ നോക്കിക്കാണുന്നവനാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അള്ളാഹു അറിയുന്നുണ്ട്. ദുനിയാവിലെ കേവലമായി നഷ്ടപ്പെടാൻ പോകുന്ന ആസ്വാദനമാണോ, വസ്തുക്കളാണോ, കാര്യങ്ങളാണോ വലുത്? അതല്ല, അള്ളാഹു ഉറപ്പായി വാഗ്ദാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള ആ യഥാർത്ഥ നിലനിൽക്കുന്ന ഭവനമാണോ വലുത്? നമ്മൾ സ്വയം ചോദിക്കുക, സ്വയം ചിന്തിക്കുക. ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നിരുന്ന് ആലോചിച്ചാൽ മതി. ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ യുവാക്കളുടെ ഒക്കെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാല് ഇതൊന്നും ആലോചിക്കാനുള്ള സമയമല്ല, ഇതൊന്നും ആലോചിക്കാനുള്ള സമയം അവർ കിട്ടുന്നില്ല. അവർ ദുനിയാവ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് വരുന്ന വഴിക്കൂടി അത് പറഞ്ഞോളൂ. അതായത് അവർക്കിപ്പോ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, അവര് ദുനിയാവ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക. മറ്റുള്ള ആളുകൾ ദുനിയാവ് ആസ്വദിക്കുന്നു, ഇപ്പുറത്ത് ദുനിയാവ് ആസ്വദിക്കുന്നു. ദുനിയാവിലുള്ള ഏറ്റവും നല്ല സുഖം, ഏറ്റവും നല്ല വാഹനം, ഏറ്റവും നല്ല വീട്, ഏറ്റവും നല്ല ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക.
അപ്പൊ മരണത്തിനെ കുറിച്ച് ഇത് കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് തോന്നൂലേ? കാരണം എന്താ, അവർക്ക് സ്വർഗത്തിനെ കുറിച്ച് ഉറപ്പ് വന്നിട്ടില്ല. സ്വർഗത്തിന് ഉറപ്പ് വരുമ്പോ എന്തിനാ ഇത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അവന് നല്ലൊരു വാഹനം കാണുമ്പോ, നല്ലൊരു വീട് കാണുമ്പോ, സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കാണുമ്പോ അവന് ആകർഷണം തോന്നേണ്ട ആവശ്യമില്ല. കാരണം അതിനേക്കാൾ ഹൈറായത് അവന് അള്ളാഹു തആല സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ക്ഷമിക്കുകയാണ് വേണ്ടത്, ഇവിടെ ആ ഹറാം ഒഴിവാക്കുകയാണ് വേണ്ടത്. എത്രയോ യാഥാർത്ഥ്യങ്ങൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതൊന്നും ചിന്തിച്ചാൽ മതി. ആദ്യം ഇതൊക്കെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 1, 2, 3 ദിവസം, ഒരാഴ്ചയൊക്കെ പറ്റുമെങ്കിൽ മാക്സിമം ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയകളും ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് സ്വസ്ഥമായിരുന്ന് മൈൻഡ് ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്, എന്റെ ജീവിത ലക്ഷ്യം എന്താണ്, ഒന്ന് ആലോചിച്ച് നോക്കി. ഉൾക്കൊള്ളാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി സഹോദരങ്ങളെ, ദുനിയാവിന്റെ നഷ്ടങ്ങൾ ഇപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലർക്ക് അപ്പൊ ദുനിയാവൊന്നും ഇല്ലാതെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇല്ലാത്തൊരവസ്ഥ എന്തായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്ക് ഒരാളെ സംരക്ഷിക്കും. ദുനിയാവിന്റെ കാര്യങ്ങളിൽ കൂടുതൽ മുഴുകേണ്ട അവസ്ഥയില്ലാതെ കൂടുതൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും കൊടുത്ത് അള്ളാഹു സംരക്ഷിക്കും. ഒരു ഹദീസ് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ തആല യഹ്മി അബ്ദഹുൽ മുഅ്മിന അദ്ദുനിയ വഹുവ യുഹിബ്ബുഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെടുന്ന ഒരു അടിമയെ എന്തു ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ദുനിയാവിന്ന് സംരക്ഷിക്കും. ദുനിയാവിന്റെ ചിന്തകളിലേക്ക് അവന്റെ മനസ്സിനിട്ട് കൊടുക്കൂല, ദുനിയാവിന്റെ സംസാരങ്ങൾക്ക് അവന്റെ നാവിന് ഇട്ട് കൊടുക്കില്ല, ആ ദുനിയാവിന്റെ കാര്യങ്ങൾ മുഴുകുന്നതിന് ഇട്ട് കൊടുക്കില്ല. അവനെങ്ങനെ സംരക്ഷിക്കും? ഇത് ഏതുപോലെ, കമാ തഹ്മൂന മരീളകും വത്ത്അമ വശറാബ് തഖാഫൂന അലൈഹി. നിങ്ങളുടെ വീട്ടിലൊരു രോഗിയുണ്ട് വിചാരിക്കുക, നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി രോഗിയായി വിചാരിക്കുക. ആ കുട്ടിക്ക് ചില ഭക്ഷണം കഴിച്ച രോഗം എന്താവും? കൂടും, രോഗം മൂർച്ഛിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റണ്ടെന്നുള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടമായിരിക്കും, നമ്മുടെ കുട്ടി ആ ഭക്ഷണം കഴിക്കുന്ന നമുക്ക് ഇഷ്ടം ഉണ്ടാവും. പക്ഷെ ആ കുട്ടിയോടുള്ള ഇഷ്ടം കാരണത്താൽ, അവനത് ദോഷം ചെയ്യോ എന്നുള്ള പേടി കാരണത്താൽ ആ ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യും? അവന് തടയും, അവന് വേണ്ടാന്ന് വെക്കും. എന്തിനു വേണ്ടിയിട്ടാ? അവന് ദോഷം പറ്റരുത്. അതുപോലെ അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ നിന്ന് ദുനിയാവിനെ ഒഴിവാക്കും. അവന് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും അത് കിട്ടിയിരുന്നെങ്കിൽ, എന്നാൽ പോലും അള്ളാഹു അവനെ സംരക്ഷിച്ചു കൊണ്ടുപോകും. നിങ്ങൾ രോഗികളെ സംരക്ഷിക്കുന്ന പോലെ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. ദുനിയാവിന്റെ നഷ്ടങ്ങളൊന്നും നഷ്ടമല്ല, ദുനിയാവിന്റെ ഇല്ലായ്മകൾ ഇല്ലായ്മയല്ല. പരലോകമുള്ളിടത്തോളം കാലം, സ്വർഗമുള്ളിടത്തോളം കാലം അതൊന്നും ഒരു നഷ്ടമല്ല. ഒരാളുടെ കൽബിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞല്ലോ. ഒരാളുടെ കൽബിൽ ദുനിയാവിനോട് സ്ഥാനമില്ലാതെ അവന്റെ കൈ നിറയെ എത്ര സമ്പത്തുണ്ടെങ്കിലും, ദുനിയാവിന്റെ ഏറ്റവും വലിയ സമ്പന്നനായ അവൻ മാറിയാലും അവനൊരു ദോഷം ചെയ്യൂല. എന്നാൽ കൽബിൽ ദുനിയാവ് നിറഞ്ഞ് ദുനിയാവിലെ ഏറ്റവും വലിയ ദരിദ്രനായി ജീവിച്ചാലും അവൻ ഏറ്റവും വലിയ ദോഷം അതായിരിക്കും. ഏറ്റവും വലിയ ദോഷം ആ കൽബിലുള്ള ദുനിയാവായിരിക്കും. അതുകൊണ്ട് ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യം ഇത് കുറഞ്ഞ കാലേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന പല പ്രായത്തിലുള്ള ആളുകൾ 15, 20, 30, 40 നിങ്ങൾ കഴിഞ്ഞ കാലം ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. കണ്ണടച്ച് തുറക്കുന്ന പോലെയല്ലേ തീർന്നത്? നമ്മൾ എത്ര വേദനിച്ച സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര ഭയപ്പെട്ട സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര സന്തോഷിച്ചു കഴിഞ്ഞ സമയം പോയിട്ടുണ്ട്. നമ്മൾ ഇനി ജീവിതത്തിൽ എന്ത് ചെയ്യും എന്ന് ഉത്തരം മുട്ടിപ്പോയ സമയം എത്ര കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നിസ്സാരമായി തോന്നുന്നില്ലേ? അല്ലാഹു തആല പറയാണ്, കഅന്നഹും യൗമ യറൗനഹാ. പരലോകമെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ജീവിതം നോക്കിക്കഴിയുമ്പോൾ പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? കുറഞ്ഞ നേരെ ജീവിച്ചിട്ടേ തോന്നുള്ളൂ. കുറഞ്ഞ നേരം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ, രാവിലെയോ വൈകുന്നേരമോ ദുനിയാവിൽ ഉണ്ടായിട്ടുള്ളൂ എന്നേ തോന്നുള്ളൂ. ആ കുറഞ്ഞ നേരമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്, എന്തിനാണ് ബേജാറാകുന്നത്? മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുള്ളൂ. അതായത് നമ്മളിപ്പോ എന്ത് കാര്യം കമ്പയർ ചെയ്തിട്ടല്ല നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ഒരു വര വരച്ചു, ആ വര വലിയൊരു വരയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതിനേക്കാൾ അതിന്റെ 4 ഇരട്ടി വലുപ്പത്തിൽ ഒരു വര വരച്ചാലോ പിന്നെ ആ വര എന്തായിരിക്കും? നമ്മുടെ കണ്ണിൽ ചെറുതായിരിക്കും. അതുപോലെ തന്നെയാണ് ദുനിയാവിലെ ഒരു ദിവസം, പരലോകത്തെ ഇവിടുത്തെ 50,000 വർഷമാണ് പരലോകത്തെ ഒരു ദിവസമായിട്ട് കണക്കിന്റെ ഏകദേശം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, അവിടെ നിന്നിട്ട് ദുനിയാവ് നോക്കിക്കഴിഞ്ഞാലോ ഒരു ദിവസത്തിന്റെ രാവിലെ വൈകുന്നേരമായിട്ടേ നമുക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദുനിയാവിന്റെ ആളുകൾ, കുഫാറുകൾ, അവർ ദുനിയാവ് ആസ്വദിക്കുന്നത് കണ്ട്
ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസും യൂട്യൂബിലെ ഷോർട്സും അതുപോലെ വാട്സപ്പിലെ സ്റ്റാറ്റസുകളും അവരുടെ വേഷവും രൂപവും ഭക്ഷണവും അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ അവരുടെ കോലങ്ങളും അവരുടെ വാഹനങ്ങളും അവരുടെ വീടുകളും അവർക്ക് ലഭിച്ചിട്ടുള്ളതും കണ്ട് അതിലേക്ക് നോക്കി ഇതൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ജീവിക്കേണ്ടവരല്ല മുസ്ലിമീങ്ങൾ. അല്ലാഹു തആല പറയുന്നത് വലാ തമുദ്ദൻ ഐനൈക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ നീ നോക്കണ്ട, നിങ്ങൾ നോക്കണ്ട. വലാ തമുദ്ദൻ ഐനൈക്, നിന്റെ ദൃഷ്ടി നീ നീട്ടണ്ട. ഇലാ മാ മത്തഅനാ ബിഹി, അവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ദുനിയാവിന്റെ വിഭവങ്ങൾ എന്തൊക്കെ? അസ്വാജം മിൻഹും, അവർക്ക് കൊടുത്തിട്ടുള്ള ഇണകൾ, അതുപോലെ തന്നെ സഹ്റത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ അലങ്കാരങ്ങൾ. ഇവിടെ വേറൊരു കാര്യമുണ്ട്, ഈ ദുനിയാവിനെ പറ്റി പറയുമ്പോ അല്ലാഹു തആലയും ഖുർആനിലും ഹദീസിലും ഒക്കെ സഹ്റത്ത് എന്ന് പറഞ്ഞു കാണാം. സഹ്റത്ത് പൂ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു കാണാം. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഒരു കായൊക്കെ ലഭിക്കുന്ന ഒരു ചെടി, അതിന്റെ പൂ എന്നുള്ളത് നമ്മളെ ആകർഷിക്കുന്ന കാര്യമാണ്. പൂ നല്ല ഭംഗി ഉണ്ടാവൂല കാണാൻ. ആ പൂ ഒരു നല്ല കായ ഉണ്ടാവുന്നതാണ്. അപ്പൊ ആ പൂ കണ്ടിട്ട് അത് നല്ല ഭംഗിയുണ്ട് എന്നിട്ട് ആ പൂ നമ്മൾ പറിച്ചു വെക്കുക. ആ പൂ പറിച്ച് നമ്മുടെ കയ്യിൽ വെച്ച് വിചാരിക്കുക, എന്താ അവസ്ഥ ഉണ്ടാവുക? ഒരു ദിവസം കഴിഞ്ഞാൽ പൂ എന്താവും? വാടിപ്പോവും, അത് ചീഞ്ഞു പോവും. നമുക്കത് എങ്ങനെയും ഒഴിവാക്കാൻ തോന്നും. എന്നാൽ ആ പൂവിനെ കണ്ട് അതുപോലെ ആസ്വദിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ആ പൂ മാറി അതിൽ നിന്ന് നല്ലൊരു കായ ഉണ്ടായി, നമുക്ക് തിന്നാൻ പറ്റുന്ന നല്ലൊരു കായ ഉണ്ടായി. അത് കഴിച്ചു കഴിഞ്ഞാലോ ഇതിൽ പൂവാണോ നമുക്ക് ഉപകാരം ഉണ്ടാവുക, കായാണോ ഉപകാരം ഉണ്ടാവുക? കായാണ്. അപ്പൊ ദുനിയാവ് പൂവാണ്, പരലോകം എന്താണ്? കായാണ്. അപ്പൊ ദുനിയാവിനെ കണ്ടത് പറിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താ? നമുക്ക് ഉപകാരമുള്ള കായാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അത് നിൽക്കണ പോലെ നിന്നോട്ടെ, അതിനെ ആസ്വദിക്കുന്നത് നമുക്ക് നോക്കി ആസ്വദിക്കാം. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നതിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. അല്ലാഹു തആല പറയുന്നത്, അവർക്ക് കൊടുത്തിട്ടുള്ള കേവലമായിട്ടുള്ള ഈ ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അലങ്കാരങ്ങൾ അത് നീ നോക്കി, അവരുടെ ഇണകളെ നോക്കി അതിലേക്ക് നീ നോക്കണ്ട. ലിനഫ്തിനഹും ഫീഹി, നാം അത് കൊടുത്തിട്ടുള്ളത് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് പരീക്ഷണമായിട്ടാണ്. വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ, അള്ളാഹുവിന്റെ റിസ്ക് ഉപജീവനമാണ്, നിലനിൽക്കുന്നതും ഏറ്റവും ഉത്തമമായത്. സ്വർഗമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്, നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ കുഫാറുകൾ, ദുനിയാവിന്റെ ആളുകൾ ഇവിടെ ആസ്വദിച്ച് തിമിർക്കുന്നത് കണ്ട് നീ അതിൽ വഞ്ചിതനാകാതിരിക്കട്ടെ. മതാഉൻ ഖലീൽ, അവർക്ക് കേവലം തുച്ഛമായ കുറഞ്ഞ വിഭവമാണത്. സുമ്മ മഅവാഹും ജഹന്നം, ആ കുഫാറുകൾക്ക് ചെന്നെത്താനുള്ളത് നരകമാണ്. വബിഅ്സൽ മിഹാദ്, എത്ര മോശപ്പെട്ട സ്ഥാനമാണ് അവർക്ക് എത്താനുള്ളത്. എന്നിട്ട് അല്ലാഹു പറയാണ്, ലാകിനിൽ ലദീന തഖൗ റബ്ബഹും, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ, ഹറാമിലേക്ക് നോക്കാതെ കേൾക്കാതെ അതിലേക്ക് മുഴുകാതെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ, ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ നുസുലൻ മിൻ ഇൻദില്ലാഹ്, അവർക്ക് സ്വർഗമുണ്ട്, അവിടെ ശാശ്വത ജീവിതമുണ്ട്. അള്ളാഹു ഒരുക്കിയിട്ടുള്ള അവർക്കുള്ള പ്രതിഫലമാണ്. വമാ ഇൻദല്ലാഹി ഖൈറുൽ ലിൽ അബ്റാർ, അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് പുണ്യം ചെയ്യുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, ബുദ്ധിയുള്ള ആളുകളായി മാറുക. ബുദ്ധിയില്ലാത്ത വിവരം കെട്ട ആളുകളെ പോലെ നമ്മൾ മാറാൻ പാടില്ല. ചിന്തിക്കണം. ഇമാം നവവി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് റിയാദുസ് സാലിഹീൻ, ഹദീസുകൾ കൃത്യമായ തലക്കെട്ടിൽ ക്രോഡീകരിച്ചിട്ടുള്ള കിതാബാണ്. അതിന്റെ മുഖദ്ദിമയിൽ ആമുഖത്തിൽ സലഫുകളിൽ നിന്നൊരു ബൈത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ വരികൾ പറയാം, ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന, അല്ലാഹുവിന് ചില ബുദ്ധിമാന്മാരായിട്ടുള്ള അടിമകളുണ്ട്. ദുനിയാവിനെ അവർ ഒഴിവാക്കി, ദുനിയാവിന്റെ ഫിത്നകളെ ഭയപ്പെട്ടിട്ട്. അവർ ആലോചിച്ചു, ദുനിയാവിനെ കുറിച്ച് നല്ല ആലോചിച്ചു. അങ്ങനെ അവർക്ക് മനസ്സിലായി, അന്നഹ ലൈസത് ലിഹയ്യിൻ ബതന, ഒരാൾക്കും ഇവിടെ ശാശ്വത ജീവിതമല്ല, ഇവിടെ സ്ഥിര ജീവിതമല്ല എന്ന് അവർക്ക് മനസ്സിലായി. ജഅലൂഹ ലുജ്ജതൻ വത്തഖദു, അങ്ങനെ ദുനിയാവിനെ അവരൊരു കടലായി മനസ്സിലാക്കി, തിരമാലയ്ക്കുള്ള ഒരു കടലായി എടുത്തു. എന്നിട്ട് സ്വാലിഹൽ അഅമാലി ഫീഹാ സുഫുന, ആ കടല് മുറിച്ചു കടക്കാനുള്ള, കടലിൽ സഞ്ചരിക്കാനുള്ള ഒരു കപ്പലായി സൽക്കർമ്മങ്ങളെ അവരെടുക്കുകയും ചെയ്തു. അങ്ങനെ അവർ സൽക്കർമ്മങ്ങൾ ചെയ്ത് ദുനിയാവിലൂടെ കടന്നുപോയി. അതുകൊണ്ട് ബുദ്ധിയുള്ള ആളുകളുടെ അടയാളമാണ് ദുനിയാവിന് അവർ തുച്ഛമായ വില കൊടുക്കുക എന്നുള്ളത്. അവരുടെ കൽബിൽ സ്ഥാനം ഉണ്ടാവില്ല, അവരുടെ കൽബിൽ സ്ഥാനമുണ്ടാവില്ല. അവസാനമായി സ്വഹാബി ശ്രേഷ്ഠനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ
അവിടുത്തെ അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കും പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാം. ഇസ്ലാം സ്വീകരിച്ച് പട്ടിണി കടന്ന് ബോധം കെട്ട് വീഴുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസ് പഠിക്കാൻ വേണ്ടി. അത്രയും ത്യാഗം സഹിച്ചിട്ടുള്ള സഹാബിയാണ്. മരണസമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. കരയാണ്. ഒപ്പുള്ള ആളുകൾ ചോദിച്ചു, മാ യുബ്കീക യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ നിങ്ങൾ എന്തായി കരയിപ്പിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കണം. അത്രയും ത്യാഗം സഹിച്ച് ദീന് വേണ്ടിയിട്ട് അള്ളാഹിനെ സൂക്ഷിച്ച് ധാരാളം പരിശ്രമിച്ച ആളുകളുടെ മരണാവസ്ഥയാണ്. എന്താ നിങ്ങളെ കരയിപ്പിക്കുന്നത് ചോദിച്ചു. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ ഇന്നി ലാ അബ്കി അലാ ദുനിയാകും ഹാദിഹി, ഞാൻ കരയുന്നത് നിങ്ങളുടെ ഈ ദുനിയാവ് ആലോചിച്ചിട്ടല്ല, ഞാൻ ഈ ദുനിയാവെന്ന് പോവാണല്ലോ എന്ന് ആലോചിച്ചിട്ടല്ല. വലാകിന്നി അബ്കി ലിബുഅദി സഫരി വഖില്ലതി സാദി, ഞാൻ കരഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കുറെ യാത്ര പോകാനുണ്ട്, ഇന്ത്യയിലുള്ള വിഭവങ്ങളാണെങ്കിൽ വളരെ കുറവാണ്. അവര് പറയാണ് ഇന്ത്യയിലുള്ള നാളെ പരലോകത്തേക്കുള്ള വിഭവം പാതയും കുറവാണ്. അസ്ബഹ്തു ഫീ സുഊദിൻ മുഹ്ബിതത്തുൻ അലാ ജന്നത്തിൻ വനാർ, നാളെ ഞാൻ എത്തുന്നത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നറിയാതെ എത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ്, ഒരു വഴിയിലാണ് ഞാൻ എത്തുക. ഫലാ അദ്രി ഇലാ അയ്യിഹിമാ യുസ്ലകു ബി, എനിക്കറിയില്ല എന്നെ കൊണ്ട് ഏതിലേക്കാണ് കൊണ്ടുപോവുക എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയാണ്. അപ്പോൾ ആലോചിക്കുക, നമ്മുടെ ജീവിതം എന്താണ് അവസ്ഥ? നമ്മുടെ ഖൽബിൽ ദുനിയാവിനോടുള്ള ആർത്തി എത്രത്തോളമാണ്? എന്താണ് നമ്മൾ ദുനിയാവിന് കൊടുക്കുന്ന വില? ദുനിയാവിന്റെ നേട്ടങ്ങൾ നമ്മളെ അമിതമായി സന്തോഷിപ്പിക്കുന്നുണ്ടോ? ദുനിയാവിലെ നഷ്ടങ്ങൾ നമ്മെ അമിതമായി ദുഃഖിപ്പിക്കുന്നുണ്ടോ? അതൊരു പ്രധാന ഹമ്മായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു. വലാ തജ്അലു ദുനിയ അക്ബറ ഹമ്മിന, ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചിന്തയാക്കിയിട്ട് ദുനിയാവ് നീ ആക്കരുതേ അല്ലാഹ്. അതാണോ നമ്മുടെ ചിന്ത? അതല്ല. മരണത്തെക്കുറിച്ച് ആലോചിച്ച് പരലോകത്തെക്കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിന്റെ ദിക്റിൽ മുഴുകുന്ന ഒരു ഖൽബാണോ നമുക്കുള്ളത് എന്ന് സ്വയം വിചാരണ ചെയ്യുക. തീർന്നു പോകുന്ന നിരർത്ഥകമായിട്ടുള്ള വില കുറഞ്ഞ ദുനിയാവിന് ആ സ്ഥാനം മാത്രം കൊടുക്കുക. നിലനിൽക്കുന്ന സ്വർഗത്തിന് വേണ്ടി ക്ഷമിക്കുക. നമ്മുടെ ഈ ദുനിയാവിലെ ആളുകൾ അതിനെ ആസ്വദിക്കുന്നതിലേക്ക് നോക്കാതിരിക്കുക. ഇനി എന്തെങ്കിലും ആഗ്രഹം തോന്നുമ്പോൾ ക്ഷമിക്കുക. നമുക്ക് ഏറ്റവും ഹൈറായത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല ദുനിയാവിന് അതിൻ്റെതായ സ്ഥാനം മാത്രം നൽകി പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഏറ്റവും ഉത്തമരായ അടിമകളായി നമ്മെ മാറ്റുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.